എവിടെയാ പോണേ? ബസ്സിലെവിടെയാ പോണേ? ബസ്സിലെവിടെയാ പോണേ? ബാംഗ്ലൂര് പോണോ? തോമോ ആദ്യമായിട്ടാണോ ബസ്സിൽ പോണേ? ചക്ക് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ ലോങ് വീഡിയോ ആണ് കേട്ടോ ഇടുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ പിച്ച് പിച്ച് ഇട്ടാൽ വലിയ സുഖം ഉണ്ടാവില്ല. ആ ഒരു ഫ്ലോ കിട്ടണമെങ്കിൽ ഒറ്റയടിക്കിരുന്നത് കണ്ട് അവസാനിപ്പിക്കണം. പിന്നെ പാർട്ട് പാർട്ടായിട്ട് ഇട്ടാൽ എനിക്കും മടി വരും വോയിസ് ഓവർ കൊടുക്കാൻ. അതാണ് ഇതിലെ ഏറ്റവും വലിയ സത്യം കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതൊരു സഡൻ ട്രിപ്പായിരുന്നു കേട്ടോ. വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ അന്ന് രാവിലെ ഡോൺ ചേട്ടൻ പറഞ്ഞു, എനിക്ക് എന്തായാലും ഇന്ന് വണ്ടി എടുക്കാൻ പോകണം, നീ വരുന്നുണ്ടോ? ആദ്യം ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല, ഡോൺ ചേട്ടൻ തന്നെ പോയിട്ട് വായോന്ന്. അപ്പോൾ ഡിമ്പിളും പറഞ്ഞു കിട്ടുന്ന ചാൻസ് കളയണ്ട, വേഗം കയറി പൊക്കോന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഡോൺ ചേട്ടൻ തന്നെയാണ് ബസ്സൊക്കെ ബുക്ക് ചെയ്തത്. അവർ ഇപ്പം ഇടയ്ക്കിടയ്ക്ക് പോവാറുണ്ടല്ലോ, ബിസിനസ്സിൻ്റെ ആവശ്യത്തിനായിട്ട് പോവാറുണ്ട്. അപ്പോൾ നമ്മൾ റോയൽ റിച്ചിൻ്റെ ബസ്സായിരുന്നു ഡോൺ ചേട്ടൻ ബുക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ഞാൻ ആകെ പറഞ്ഞൊരു ഡിമാൻഡ്, നിങ്ങൾ ഡബിൾ ബെഡ് എടുത്തോ, എനിക്കൊരു സിംഗിൾ ബെഡ് എടുത്തോന്ന്, ഞാൻ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങിക്കൊണ്ടെന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ അപ്പനും മക്കളും എല്ലാം അവിടെ കിടന്നുറങ്ങുകയാണ്. കാരണം അവർക്ക് 2 പേർക്കും ഡോൺ ചേട്ടൻ വേണം രാത്രി ഉറങ്ങുമ്പോൾ. അപ്പോൾ ഞാൻ വിചാരിച്ചു അവരൊന്നിച്ച് കിടന്നോട്ടെ, ഞാൻ ഒറ്റയ്ക്ക് കിടക്കാം എന്നുള്ളൊരു ഇതിൽ അവർ ആകെ എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. തോമു കുറേ നാളായി പറയുന്നൊരു കാര്യമാണ്, എനിക്ക് ബിഗ് ബസ്സിൽ പോകണം, ബാംഗ്ലൂർക്ക് പോകണം, ഏതാണെന്നൊന്നും അറിയില്ല. പക്ഷേ പാച്ചു അന്ന് പോയി കണ്ടതിൽ പിന്നെ അവന് ഭയങ്കര ഒരു ആഗ്രഹമാണ്. പിന്നെ ഞാൻ പോയ വീഡിയോ ഒക്കെ കണ്ടപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് പോകണമെന്ന്. പിന്നെ നമ്മൾ ബസ്സിൽ എന്താവുമെന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിലും കയറി ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവർ ഉറങ്ങി. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് റിലാക്സ്ഡ് ആയിരുന്നു. പിന്നെ എവിടെയോ എത്തിയപ്പോൾ ഒരു 2:30 ആയപ്പോൾ ഒരു ടീ ഷോപ്പിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഇറങ്ങുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ ഡോൺ ചേട്ടൻ പറഞ്ഞു, നീ ഇന്ന് അതാ ബാത്റൂമിൽ പോയിട്ട് വായോ എന്ന് പറഞ്ഞിട്ട്. ഒരു അടിപൊളി കോഫി ആയിരുന്നു കേട്ടോ. പക്ഷേ കോഫി ഇച്ചിരി കത്തി റേറ്റ് ആയിരുന്നു, എന്നാലും കൊള്ളാം. എങ്ങനെയാണെന്ന് അറിയത്തില്ല ഇത്രയും ചെറിയ ഗ്ലാസ് കണ്ടുപിടിക്കുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. എനിവേ കുഴപ്പമില്ലായിരുന്നു, ഒന്ന് റിഫ്രഷ്ഡ് ആയി. പിന്നെ അത് കഴിഞ്ഞൊരു ഒറ്റ ഉറക്കമായിരുന്നു കേട്ടോ. രാവിലെ ഒരു 5:30 കഴിഞ്ഞപ്പോഴാണ് എഴുന്നേറ്റത്. നല്ല വെട്ടടിച്ചിട്ട് എഴുന്നേറ്റ്. ഞാൻ ഗ്ലാസ്സിൽ കർട്ടൻ ഇടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെട്ടടിച്ചിട്ടാണ് ഞാൻ എഴുന്നേൽക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഡോൺ ചേട്ടൻ എടുത്ത വീഡിയോസാണ് കേട്ടോ. ഞാൻ വീഡിയോസൊന്നും അങ്ങനെ എടുക്കണ്ടായിരുന്നില്ല, കാരണം ഡോൺ ചേട്ടൻ അത്ര ഡെഡിക്കേറ്റഡ് ആയിട്ട് വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഡോൺ ചേട്ടൻ എടുത്തോട്ടെ, എനിക്കത് ഭംഗിയിൽ എടുത്ത് തരുമല്ലോ. കാരണം ഞാൻ തുടങ്ങി വെച്ച് അവസാനിപ്പിക്കില്ല എന്ന് ഡോൺ ചേട്ടനെ അറിയാം. അതുകൊണ്ട് തന്നെ ഡോൺ ചേട്ടൻ ഞാൻ എടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും മൂപ്പര് നോക്കുന്നുണ്ടായിരുന്നില്ല, എല്ലാം പക്കായിട്ട് എനിക്ക് എടുത്തു തരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കത് നല്ല ഭംഗിയിൽ പ്രസൻറ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹവും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിള്ളേരെ എണീറ്റിട്ടുണ്ടായിരുന്നില്ല, കാരണം അവർ നല്ല ഉറക്കത്തിലാണ്. വലിയ കുടുക്കവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. കാരണം അവരുടെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് സംഭവം. അവർ ട്രെയിനിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും നമ്മളങ്ങനെ കിടന്നുറങ്ങി രാത്രി പോകേണ്ട ഒരു അവസ്ഥ വരുന്നില്ലല്ലോ. അതേ കിടന്നുറങ്ങുന്നതുണ്ടോ. ഞാൻ ഇവിടെ കിടന്ന് നല്ല സുഖമായിട്ട് ഉറങ്ങിയിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ എഴുന്നേറ്റ സീനാണ്. എനിക്കറിയത്തില്ല ഡോൺ ചേട്ടൻ ഇതൊക്കെ എപ്പോഴാണ് എടുത്തതെന്നുള്ളത് ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പറയുമ്പോൾ തെറ്റിപ്പോവും കേട്ടോ. നല്ല വിശാലമായ റോഡ്, കുറേ നാളായി ഇങ്ങനെ റോഡൊക്കെ നല്ല എന്താ പറയുക, ഒരു 6 വേ പായൊക്കെ കണ്ടിട്ട് ഭയങ്കര കുറേ നാളായി കേട്ടോ. അങ്ങനെ ഓരോരുത്തരായിട്ട് നമ്മൾ പതുക്കെ എഴുന്നേൽപ്പിച്ചു. കാരണം ബസ്സിൽ നിന്ന് എടുത്തുകൊണ്ട് ഇറങ്ങാൻ കുറച്ചധികം ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ ഡോൺചേട്ടനോട് പറഞ്ഞു ഓരോരുത്തരെ പതുക്കെ എഴുന്നേൽപ്പിച്ചു. ആദ്യം തോമുനെ വിളിച്ചെഴുന്നേൽപ്പിച്ചു, ചാക്കോനെ ചാക്കോ വെച്ചിട്ട് എന്താ പറയുക 2 ദിവസം മുമ്പ് തൊട്ട് തന്നെ പനിയുണ്ട്. അപ്പം കാര്യമായിട്ടുള്ള പനിയല്ല, മരുന്ന് കൊടുത്താൽ കുറയും, അങ്ങനെയുള്ള. ഇവർക്ക് അങ്ങനെയാണ്, ഒരാൾക്ക് തുടക്കം ഇട്ടാൽ 3 പേർക്ക് വന്ന് പോകണമെന്നാണ് ഇവരൊരു ശാസ്ത്രം. അപ്പം മാക്സിമം വരാണ്ടിരിക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ട് എന്നുള്ളൂ കേട്ടോ. DMart ഞാൻ പോകുമ്പോഴേ ഡോൺ ചേട്ടനോട് പറഞ്ഞു, എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമാണ് DMartലൊന്ന് പോകണം. ഞാൻ കുറേ തമിഴ് വ്ളോഗേഴ്സിനെ ഫോളോ ചെയ്യുന്ന കൂട്ടത്തിലാണ് കേട്ടോ. അപ്പോൾ അവർ പോയി കാണുമ്പോൾ ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ തിരിച്ചു വന്നപ്പോൾ ഡോൺ ചേട്ടൻ എനിക്ക് അതിനുള്ളൊരു സ്പേസ് ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ സ്റ്റോപ്പ് എത്താറായിട്ടുണ്ട്. നമ്മുടെ മടിവാളയിലാണ് ഇറങ്ങണത്. അപ്പോൾ അവർ സ്ഥിരം പോകണോണ്ട് തന്നെ ആ ബസ് സ്റ്റോപ്പിൻ്റെ തൊട്ടടുത്ത് തന്നെ ഹോട്ടൽ അവർക്ക് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നടക്കാനോ ഓട്ടോ പിടിക്കേണ്ട കാര്യമൊന്നും നമുക്ക് വരാറില്ല. അവിടെ ഇറങ്ങുക, പോവുക, അത്രയേ ഉള്ളൂ കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഞാൻ അങ്ങനെ പോകണം എന്നൊട്ടും വിചാരിച്ചിരുന്നതല്ല. പിന്നെ ഡോൺ ചേട്ടൻ പറഞ്ഞു, ഡിമ്പിളും മമ്മിയും പറഞ്ഞു കിട്ടുന്ന ചാൻസ് ഒന്നും കളയരുത്, വേഗം കയറി പൊക്കോന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കയറി വന്നു. പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ടേ. പിന്നെ ഡോൺ ചേട്ടൻ പോണത് ബിസിനസ്സിൻ്റെ ആവശ്യത്തിനാണല്ലോ പോയേക്കണേ. അപ്പോൾ നമ്മളതിൻ്റെ ഇടയ്ക്ക് പോയി ബുദ്ധിമുട്ടാവണ്ട എന്നുള്ളൊരു തോട്ടിലാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഡോൺ ചേട്ടൻ പറഞ്ഞു വായോ നമുക്ക് പോയിട്ട് വരാം, നമുക്കിങ്ങനെ പോയി നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ നമുക്കിനി ലോങ് ട്രിപ്പൊക്കെ പോവാം. അതായത് ഇവർ വണ്ടി പുറത്തുനിന്ന്, അതായത് ബോംബെയിൽ നിന്നൊക്കെ എടുത്തുകൊണ്ട് വരുന്നതാണ്. ആൾക്കാരുടെ ആവശ്യപ്രകാരം നമ്മളത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ.
അപ്പോൾ ഡോൺ ചേട്ടൻ പറഞ്ഞു ഈ ട്രിപ്പ് നമുക്ക് ഓക്കെ ആയാൽ നെക്സ്റ്റ് വീക്ക് നമുക്ക് ഡൽഹിയിൽ പോയി എടുത്തിട്ട് ഞാൻ ഡൽഹിയിലോ എന്ന് ഞാനിങ്ങനെ ഒന്ന് വിചാരിച്ചു. എനിവേ ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കുഴപ്പമില്ലായിരുന്നു കേട്ടോ. നമുക്ക് ഡൽഹിയിൽ നിന്ന് വണ്ടി ഇങ്ങനെ ട്രെയിലറിൽ ഇവിടെ ബാംഗ്ലൂർ വരും. അവിടെ നിന്ന് പിക്ക് ചെയ്തുകൊണ്ട് വന്നാലും കുഴപ്പമില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് നല്ല അടിപൊളി വണ്ടി വേണം, അതും നല്ല അഫോർഡബിളായിട്ടും നല്ല കിടുക്കാച്ചി വണ്ടി വേണമെങ്കിൽ ഡോൺ ചേട്ടനെ സമീപിച്ചാൽ മതി കേട്ടോ. നല്ല അടിപൊളി വണ്ടികളൊക്കെ അവരുടെ കയ്യിലുണ്ട്. ക്രിസ്റ്റയും എൻഡേവറും ഒക്കെ നല്ല അടിപൊളി വണ്ടികൾ അവരവിടെ നിന്ന് കൊണ്ടുവരുന്നത്. അതായത് എല്ലാം ക്ലിയർ ചെയ്തിട്ടായിരിക്കും കേട്ടോ നിങ്ങൾക്ക് തരുന്നുണ്ടാവുക. അതോർത്ത് നിങ്ങൾ ടെൻഷനൊന്നും അടിക്കേണ്ട. ഇപ്പം ഞങ്ങൾ കൊണ്ടുവന്ന വണ്ടിയും അടിപൊളി വണ്ടിയാണ് കേട്ടോ. കാരണം ഞങ്ങൾ തിരിച്ചു വന്നപ്പം ആ വണ്ടിയിലാണല്ലോ വന്നത്. അതിൻ്റെ കാര്യങ്ങൾ ഞാൻ വീണ്ടും പിന്നെ പറയും. ഇതിപ്പോൾ ഞാൻ ചെന്നതില്ല, അതിന് മുമ്പ് വണ്ടിയുടെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ നമ്മൾ മടിവാള സ്റ്റോപ്പിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. കണ്ടോ, ഒരു ലോഡ് ബസ്സുകളുണ്ട്. 100ന് മുകളിൽ ബസ് ഇവിടെ നമ്മുടെ കേരളത്തിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് ഒരു ദിവസം ചെല്ലുന്നുണ്ടെന്നാണ് പറയുന്നത്. എനിക്കറിയില്ല കേട്ടോ. ഇത് കാണുമ്പോൾ ഏകദേശം അങ്ങനെ വരും എന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. ഡോൺ ചേട്ടൻ വീഡിയോ എടുക്കണുണ്ടോ. അങ്ങനെ നമ്മൾ റൂമിൽ എത്തിയിട്ടോ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡോൺ ചേട്ടനും റിജു ചേട്ടനൊക്കെ വരുമ്പോൾ സ്ഥിരമായിട്ട് താമസിക്കുന്ന ഒരു ലോഡ്ജാണ്. ഇവിടുത്തെ ഫുഡ് അടിപൊളിയാണ്. ഗ്രാനീസ്, അത് തന്നെ ഗ്രാനീസ്. അപ്പോൾ നിങ്ങൾക്ക് അഫോർഡബിൾ റേറ്റിൽ സ്റ്റേ ചെയ്യുകയും ഫുഡ് കിട്ടണമെങ്കിൽ ഉറപ്പായിട്ടും ഗ്രാനീസിൽ വരിക കേട്ടോ. നല്ല അടിപൊളി ഫുഡാണ്. നല്ല എന്താ പറയുക, നല്ല ഭക്ഷണം കിട്ടുന്ന ഒരു സ്ഥലം എന്ന് വേണം പറയാനുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഇവിടെ നിന്നല്ല കേട്ടോ കഴിച്ചത്. ഞങ്ങൾ ലഞ്ചാണ് കഴിച്ചത്. മീൽസ് തന്നെയാണ് കേട്ടോ കഴിച്ചത്. പിന്നെന്താണ്, ഡോൺ ചേട്ടൻ ഓൾറെഡി വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു റൂമിനുള്ളത് 24 hours കേട്ടോ ചെക്കൗട്ട്. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ 24 hours ഒന്നും ഇല്ല. 11 to 11 അങ്ങനെയൊക്കെയാണ്. 11 to 11 അല്ലല്ലോ, 3 to 11 അങ്ങനത്തെ ഒരു സെഗ്മെൻറ്റാണ് നമുക്കിപ്പോൾ നാട്ടിൽ വരുന്നത്. നമ്മളിപ്പോൾ ഒരിടത്ത് പോയപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. അപ്പം അതിൽ വിട്ട് 24 hours കിട്ടുമ്പോൾ നമുക്കതൊരു ഇതാണ്. പിന്നെ അധികം റേറ്റൊന്നും ആയിട്ടുള്ള നല്ല വൃത്തിയുള്ള റൂമായിരുന്നു. ഭയങ്കര സ്പേഷ്യസ് അല്ല, ബട്ട് നമ്മുടെ ബേസിക് നീഡിന് പറ്റിയതായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് പുറത്തിറങ്ങിയതാണ് കേട്ടോ. അതിന് തൊട്ട് ഇപ്പുറത്തോടെ വഴി പോകുമ്പോൾ ഒരു റെസ്റ്റോറൻ്റാണ്, വൈറ്റമിൻ റെസ്റ്റോറൻ്റ് ആണെന്ന് തോന്നുന്നു. അങ്ങനെയാണ്ടാണ് അതിൻ്റെ പേര് വരുന്നത്. അപ്പോൾ ഇവിടെ റോഡ് പണി നടക്കുന്ന കാരണം വണ്ടികൾ പോലും നമുക്ക് നടന്ന് ഇങ്ങോട്ട് വരാം കേട്ടോ. പക്ഷേ ലൈഫ് സ്റ്റൈൽ അടിപൊളിയാണ്. എനിക്ക് പൊതുവേ ചെന്നൈ ലൈഫ് ഇഷ്ടമായതുകൊണ്ട് തന്നെ ബാംഗ്ലൂരും എന്താ പറയുക, നമ്മൾ ചെന്നൈയിൽ വന്ന ഒരു ഇതാണ് കണ്ടോ, ഡിവൈൻ ഡെൻ്റൽ കെയർ. ഞാനവിടെ ചെറിയൊരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളെ റൂമിലാക്കിയിട്ട് അപ്പനും മോനും കൂടെ പോകുന്നുണ്ട്. ട്രക്ക് ചെയ്യുന്ന വണ്ടി എടുത്തുകൊണ്ട് വരാൻ പോവാണ് കേട്ടോ. അവർ ട്രെയിലറിൽ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് വണ്ടി അൺലോഡ് ചെയ്യാനായിട്ട് പോവാണ്. അവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് നമ്മൾ ഹോട്ടലിൽ തന്നെ ഇടുകയുള്ളൂ കേട്ടോ. നമ്മൾ ടൗണിലൊക്കെ പോകുമ്പോൾ വണ്ടിയും കൊണ്ട് പോകണില്ല, കാരണം നമുക്ക് പരിചയമില്ലാത്ത വഴികളാണ്. നമുക്കങ്ങനെ എത്തിപ്പെടാൻ പറ്റില്ല. എന്താ പറയുക, വഴികൾ അറിയണം. നമ്മളിപ്പോൾ തൃശ്ശൂർ റൗണ്ടിൽ കൂടെ ചുറ്റി കറങ്ങുന്ന പോലെ അല്ലല്ലോ ബാംഗ്ലൂരൊക്കെ പോയിട്ട് വരുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഡോൺ ചേട്ടൻ പറഞ്ഞു വണ്ടി കൊണ്ടുവന്നിട്ട് നമുക്ക് ഹോട്ടലിൽ ഇട്ടിട്ട് നമുക്ക് ഓട്ടോയിൽ പോകാമെന്ന്. അപ്പോൾ തോമും അപ്പയും കൂടെ പോകുന്നതാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. ഇന്ന് രാവിലെയാണ് ഡോൺ ചേട്ടൻ എല്ലാ വീഡിയോസും എൻ്റെ ഫോണിലേക്ക് ആക്കി തന്നത് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഇതൊക്കെ ട്രക്കിൽ വരുന്ന വണ്ടികളാണ് കേട്ടോ. ഓരോ ഷോറൂമിലെ ഓണേഴ്സ് അല്ലെങ്കിൽ ഡീലേഴ്സൊക്കെ എടുത്ത് വെക്കുന്ന വണ്ടികളാണ്. അതും നല്ല, നമ്മളിപ്പോൾ കുറേ വണ്ടികൾ ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും വളരെ നല്ല ഫോർച്യൂണർ വേണോ, ക്രിസ്റ്റ വേണോ, എൻഡേവർ, കൂടുതലും എല്ലാവരും പ്രീമിയം വണ്ടീസ്, പ്രീമിയം എന്നല്ല ഇങ്ങനത്തെ ഈ 4 സീറ്ററൊക്കെയാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ കിട്ടുമല്ലോ. ഇത് അവിടെ അവർ കണ്ടതാണ്, അംബാസഡറിൻ്റെ ഒരു വണ്ടിയാണ്. പക്ഷേ പുറകിലുണ്ട് ഗ്രിൽ ചെയ്യാനുള്ള, എനിക്ക് തോന്നുന്നു ഈ കുഞ്ഞു കുഞ്ഞു കഫേകളിലൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അപ്പോൾ ഡോൺ ചേട്ടൻ ഭംഗി കണ്ടപ്പോൾ അതുണ്ടോ ബാർബിക്യൂ ടാക്സി. അങ്ങനെ അവർ വന്ന് വണ്ടിയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ട് നമ്മളൊന്ന് ഫ്രഷായി. ഇതിനിടയ്ക്ക് ഞാനും ഡോൺ ചേട്ടനും പോയി മീൽസ് കഴിച്ചിട്ടുണ്ടായിരുന്നു. 1 by 1 ആണ് കേട്ടോ, ഞങ്ങൾ ഒന്നിച്ചല്ല പോയത്. ഡോൺ ചേട്ടൻ ആദ്യം പോയി മീൽസ് കഴിച്ചിട്ട് വന്നു, ഞാൻ വീണ്ടും പോയി കഴിച്ചിട്ട് വന്നു. ഇവർക്കുള്ള ഫുഡ് നമ്മൾ റൂമിൽ കൊടുത്തു കേട്ടോ. കാരണം ഇനി അതൊരു പ്രശ്നം വേണ്ടല്ലോ. ഈ ഒരു റീൽസ് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവണം ഇൻസ്റ്റാഗ്രാമിലല്ല, യൂട്യൂബ് ഷോർട്സിൽ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ച്, ഊബർ ഓട്ടോ ആണ് കേട്ടോ പിടിച്ചത്. നമ്മൾ അവിടെ നിന്ന് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലേക്കാണ് പോയത്. അങ്ങനെ എന്താ പറയുക, പിള്ളേർ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. ചാക്കോയ്ക്ക് ചേട്ടനെ നോക്കിയിട്ട് മതിയാവുന്നുണ്ടായിരുന്നില്ല. നമ്മൾ വീട്ടിൽ നിന്നും പോട്ടെ, ഹോട്ടലിൽ നിന്ന് ഇറങ്ങുമ്പോൾ കുറച്ച് സമയമായിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഇറങ്ങുമ്പോൾ തൊട്ട് മൂടിയിട്ടാണ് ഇരുന്നത്. എന്നാലും വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. ചൂട് നമ്മുടെ കേരളത്തിലെ ചൂട് തന്നെയുണ്ട്, നല്ല ചൂടുമുണ്ട്, നല്ല തലവേദനയായിരുന്നു. എനിക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് ഉറക്കം വളരെ കുറവാണ്. അപ്പോൾ എനിക്ക് അതിൻ്റേതായിട്ടൊരു ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബാംഗ്ലൂരിലെ ബ്ലോക്ക് ഞാൻ പറഞ്ഞറിയിക്കേണ്ട ആവശ്യം ഇല്ലല്ലോ. അങ്ങനെ ബ്ലോക്കിൽ പെട്ടത് ചാക്കോയ്ക്ക് ദേഷ്യം വന്നു തുടങ്ങി. ചാക്കോ താഴേക്ക് ഇരുന്ന് തുടങ്ങി. ഇതെന്താ വണ്ടി പോവാത്തത്, നമ്മൾ എത്തിയോ,
തോമുവിനെ ആകെ അറിയണം നമ്മൾ തൃശ്ശൂർക്ക് എപ്പോഴാണ് പോകണം, എനിക്ക് പാച്ചുവിനെ കാണണം. ഈ ഒരു ഡയലോഗ് മാത്രമേ തോമുവിനെ സംബന്ധിച്ച് ഉള്ളൂ കേട്ടോ. ചാക്കോയ്ക്ക് അങ്ങനെയൊന്നുമില്ല, വീണടം വിഷ്ണു ലോകം അത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇങ്ങനെ മെനക്കെടാനൊന്നും ഞങ്ങൾക്ക് ഇഷ്ടമില്ല കേട്ടോ, കാത്തിരിക്കുകയാണല്ലോ. അങ്ങനെ ഞങ്ങൾ അങ്ങനെ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൻ്റെ ഒരു അടുത്ത് ഞങ്ങളവിടെ കൊണ്ട് ഇറക്കി വിട്ടവർ. ഓട്ടോ അഫോർഡബിളായിട്ട് തോന്നിയിട്ടോ, 140 രൂപയായിട്ടുണ്ടായിരുന്നുള്ളൂ. നല്ല നല്ല ഡ്രസ്സുകൾ. ഇത് കാണുമ്പോഴേ ഒരു പെങ്കൊച്ചുണ്ടായിരുന്നെങ്കിൽ എന്തൊക്കെ ചെയ്യായിരുന്നു എന്നുള്ളത് കൊതി വരുന്നത്. പിന്നെ ഈ ഡ്രസ്സുകളൊക്കെ സാരികളും ഗൗണുകളൊക്കെ കാണുമ്പോൾ ഒന്നുകൊണ്ട് കല്യാണം കഴിച്ചാൽ കൊള്ളാവുന്നവരെ എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ അങ്ങനത്തെ അതിയായ ആഗ്രഹങ്ങളൊന്നും പാടില്ലതേ. തോമുനി പെണ്ണിനെ അങ്ങ് നന്നേ ബോധിച്ചോളൂ. ഡ്രസ്സും ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. പിന്നെ എനിക്കൊരു കാര്യം മനസ്സിലായത്, ബാംഗ്ലൂർക്ക് പോയിട്ട് നമ്മൾ പിള്ളേർ നമ്മുടെ കൺവട്ടത്തുനിന്ന് പോകുമ്പോൾ അവർ എങ്ങനെയൊക്കെ ജീവിക്കുന്നത് നമുക്കൊരു നിമിഷം പേടി തോന്നുന്ന രീതി. എനിക്ക് ഭയങ്കരമായിട്ട് ഒരു പേടി തോന്നിയിട്ട്. പക്ഷേ എൻ്റെ മക്കളെയൊക്കെ വിട്ട് ഇവർ നമ്മളെ ഈ ജനറേഷനിൽ ഇങ്ങനെ, പണ്ടൊക്കെ ഈ ഒളിച്ചും പാത്തി പ്രേമിക്കുന്നവരൊക്കെ ഒളിച്ചും പാത്ത് നമ്മുടെ തിയേറ്ററിൽ പോയി സിനിമ കാണുക, ഇതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഈ പിള്ളേർ ബാംഗ്ലൂരൊക്കെ പോയിട്ട് അവരുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഫ്ലാറ്റ് എടുത്ത് താമസിക്കുക, ഒന്നിച്ച് താമസിക്കുക, വെള്ളമടിക്കുക. എനിക്ക് ഭയങ്കര സങ്കടം തോന്നി കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. മേ ബി ലൈഫ് സ്റ്റൈൽ അങ്ങനെ ആയിരിക്കും, എനിക്കത് എക്സ്പീരിയൻസ് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് മനസ്സിലാവാത്തതായിരിക്കും, ഒക്കെ ആയിരിക്കും. പക്ഷെ നമ്മൾ വീട്ടിൽ നിന്ന് അപ്പനും അമ്മയും ഒരു ട്രസ്റ്റിൽ, അല്ലെങ്കിൽ അവർ നല്ല പഠിച്ച് ഉയരങ്ങളിലെത്തട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കുമല്ലോ നമ്മൾ മക്കളെ വിടുന്നത്. എനിക്കത് ഭയങ്കര ഒരു സങ്കടം തോന്നിയൊരു കാര്യമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ എല്ലാ പർച്ചേസ് കഴിഞ്ഞ് ഓട്ടോയിലേക്ക് കാലെടുത്ത് വെച്ചപ്പോഴത്തേക്കിനും മഴ പെയ്തു കേട്ടോ. മഴയെന്ന് പറഞ്ഞാൽ ചെറിയ മഴയൊന്നും അല്ലായിരുന്നു, അതിഭീകര മഴയെന്ന് വെച്ചാൽ അതിഭീകര മഴ. മരങ്ങളൊക്കെ തലങ്ങും വിലങ്ങും ഒക്കെ ഒടിഞ്ഞ് വീഴ കാറ്റത്ത്. ഞങ്ങൾ ജസ്റ്റ് മിസ്, ഞങ്ങൾ ഓട്ടോ ഫ്രണ്ടിൽ കയറി ഒരു 10-15 സ്റ്റെപ്പ് അങ്ങോട്ട് വെച്ച് കാണില്ല, ഒരു മരം ഒടിഞ്ഞു വീണു കേട്ടോ. ആ ചേട്ടനും ആകെ ടെൻഷനായി എന്താണെന്ന് ഓർത്തിട്ട്. അപ്പോൾ മറ്റേ ആ തുണി ഇല്ലായിരുന്നു ഈ സൈഡിൽ. അപ്പോൾ ഡോൺ ചേട്ടൻ ഫുൾ നനഞ്ഞു കേട്ടോ. റോഡ് മൊത്തം വെള്ളം. ആൾക്കാരും പ്രതീക്ഷിക്കണില്ല ഇങ്ങനെ ഒരു അതിഭീകരമായ മഴ. നോക്കിക്ക്, റോഡ് ഫുൾ വെള്ളവും ബ്ലോക്കും കേട്ടോ. അങ്ങനെ നമ്മൾ അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച്, എന്താ പറയുക, എനിക്കും മമ്മിക്കും ഡിമ്പിളും ചെരുപ്പ് വാങ്ങിച്ചു, പാച്ചുവിനും തോമുവിനും ചെരുപ്പ് വാങ്ങിച്ചു. ഡാഡിക്ക് എന്താ വാങ്ങിച്ചതെന്നുള്ളത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. കാരണം ഡാഡിക്ക് ഇഷ്ടമുള്ളൊരു സാധനമാണ് ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നത്. അങ്ങനെയൊക്കെ കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ട് അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ ആരെങ്കിലും, കാരണം ഞാൻ അവിടെ വെച്ച് ഒരു കുട്ടീനെ കണ്ട് സംസാരിച്ച് അവരെയൊക്കെ നിന്നതാണ് കേട്ടോ. നമ്മുടെ സബ്സ്ക്രൈബറായിരുന്നു. വളരെ കാര്യമായിട്ട് ആ കുട്ടി സംസാരിച്ച് നമ്മളെ കടയൊക്കെ കാണിച്ചു, നല്ല ഫുഡ് കിട്ടുന്ന കടയൊക്കെ കാണിച്ചു തന്നു. നിങ്ങൾ വീട്ടിൽ നിന്ന് പോകുന്നവർ വളരെ സേഫായിട്ടിരിക്കുക, എൻജോയ് ചെയ്യണം ലൈഫ്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്തായാലും ലൈഫ് എൻജോയ് ചെയ്യാനും എക്സ്പ്ലോർ ചെയ്യാനും അടിച്ചു പൊളിക്കാനും ഒക്കെ പറ്റുള്ളൂ. അതൊക്കെ ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഒരു പരിധി വിട്ടാവരുത്. നിങ്ങളുടെ ലൈഫും നിങ്ങളുടെ ഹെൽത്തും ഒക്കെയാണ് പോകുന്നത്. കാരണം എൻ്റെ കൺമുന്നിൽ നിന്നൊരു കുട്ടി സിഗരറ്റ് വലിക്കുന്നത് ഞാൻ കണ്ടു. മലയാളി കുട്ടിയാണ് കേട്ടോ. എനിക്കത് ഭയങ്കര മലയാളി ആയതുകൊണ്ടല്ല, പെൺപിള്ളേരൊക്കെ എനിക്കറിയാം. എനിക്ക് സത്യമായിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല എങ്ങോട്ടേക്കാണ് ഈ കാലം പോണത്, ഈ പിള്ളേരെയൊക്കെ എങ്ങോട്ട്, ഇതുകൊണ്ട് അവർക്ക് എന്താ കിട്ടുക എന്നൊക്കെ ഞാൻ ആലോചിച്ചു. നമ്മൾ ആലോചിച്ച് പോണ കുറച്ച് കാര്യങ്ങളിലൊന്നാണ് കേട്ടോ. എനിക്ക് വിഷമം കൊണ്ട് ഞാൻ പറയും, എനിക്ക് ഭയങ്കര ഒരു വിഷമം തോന്നിയൊരു കാര്യമാണ് ഈ കുട്ടികളൊക്കെ എന്ത് കണ്ടിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നുള്ളത്. പിന്നെ അവരവരുടെ ഇഷ്ടമാണ്, അതൊക്കെ ശരിയാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ടൈഗറിനെ കാണും. ലയൺ എങ്ങനെ സൗണ്ട് ഉണ്ടാക്കാം? മങ്കിയോ? എങ്ങനെ മങ്കി കാണിക്ക? ഡക്ക് എങ്ങനെ കരയാ? അങ്ങനെ. പൂച്ചയോ? ഡോഗോ? കിളി എങ്ങനെ കരയാ? കാക്ക എങ്ങനെ കരയാ? അങ്ങനെയാണോ കാക്ക കരയാ നിന്റെ നാട്ടില്? സോണ്ട് വേണോ? സോണ്ട്. ചാക്കോട്ടി ഈ ഡ്രസ് ആരോ വാങ്ങിച്ചേ? ഇഷ്ടായോ? അതേതാ കളറ്? തോമുന്റെ ഡ്രസ്സിന്റെ കളർ എന്താ? അമ്മയുടെ ഡ്രസ്സിന്റെ കളർ എന്താ? Wow, you know colors? ചാക്കു ഇത് ഏത് കളറാ?
അങ്ങനെ അതേ വർത്താനമൊക്കെ കഴിഞ്ഞ് ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഇത് ഡോൺ ചേട്ടൻ എടുത്ത വീഡിയോ ആണ്. ഡോൺ ചേട്ടൻ രാവിലെ പോയി ചായയൊക്കെ കുടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു പോകുന്ന കൂട്ടത്തിൽ എനിക്കൊരു ചായ വാങ്ങിച്ചിട്ട് വന്നാൽ മതി. കുഞ്ഞു ഗ്ലാസ്സാണ്, പക്ഷേ ഒടുക്കത്തെ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതേ ഞാൻ ഡോൺ ചേട്ടൻ വരുമ്പോഴത്തേക്കിനും ഡ്രസ്സൊക്കെ മാറിയിരിക്കുന്നുണ്ടായിരുന്നു. പിള്ളേരാരും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല. ദേ എല്ലാത്തിനെയും റെഡിയാക്കി നമുക്ക് 7:30ക്കാണ് ചെക്കൗട്ട് കേട്ടോ. ഞാൻ പറഞ്ഞ 24 hours ചെക്കൗട്ട് ടൈം വരുന്നത്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയം കൊണ്ട് അവിടുത്തെ ചേട്ടന്മാരും മാനേജറും ഒക്കെ ആയിട്ട് പിള്ളേർ സെറ്റായിട്ടുണ്ടായിരുന്നു, നമ്മൾ സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ബാംഗ്ലൂരിനോട് ബൈ ബൈ പറഞ്ഞ് ഇനിയിപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഡോൺ ചേട്ടൻ പറഞ്ഞത് എന്തായാലും ബാംഗ്ലൂരിലേക്ക് മെനക്കെട്ട് വന്നു, നമ്മുടെ കയ്യിൽ വണ്ടിയുണ്ട്, തിരിച്ചു പോകുമ്പോൾ ബന്നാർക്കട്ട സൂ അത് തന്നെ സംഭവം, അത് അവിടെ പോവാം എന്നുള്ളൊരു പ്ലാൻ വന്നു കേട്ടോ. അങ്ങനെ കാരണം അവിടെ പിള്ളേർക്ക് സൂ ഒക്കെ പൊതുവേ ഇഷ്ടമാണ്. നമ്മൾ വിചാരിച്ചു എന്നാൽ പിന്നെ പോയേക്കാം, അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അവർക്ക് ചെയ്ത് ഇപ്പോഴല്ലാണ്ട് വേറെ എപ്പോഴാണ് ചെയ്ത് കൊടുക്കുക അല്ലേ. അങ്ങനെ അവിടേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ അതിനു മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കയറാം എന്നുള്ളൊരു പ്ലാനിലാണ് ഞങ്ങൾ പോണത്. ഇതാണ് കേട്ടോ നമ്മളെടുത്ത വണ്ടി. ഇത് ക്രിസ്റ്റയാണ്, എനിക്ക് തോന്നുന്നു 2017 മോഡൽ ഓട്ടോമാറ്റിക് വണ്ടിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ബക്കറ്റ് സീറ്റാണ് കേട്ടോ വരുന്നത്. ഭയങ്കര സുഖമായിട്ട് ട്രാവൽ ചെയ്ത് ഞങ്ങൾ വന്നു എന്നുള്ളതാണ്. ട്രാവൽ ചെയ്യാനും ഒന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ ഡോൺ ചേട്ടൻ പറഞ്ഞു നീ വേണേൽ വീഡിയോയിൽ പറഞ്ഞു ഇങ്ങനെ കാറൊക്കെ നമ്മുടെ കയ്യിലുണ്ട്, നിങ്ങൾക്കിപ്പം നല്ല വണ്ടി വേണം, എന്താ പറയുക, എന്താ ഞാൻ ഉദ്ദേശിച്ചത്, വണ്ടി വേണം, നിങ്ങൾ സെക്കൻഡ് ഓണറാണെന്ന് നോക്കുന്നത്, അല്ലെങ്കിൽ അഫോർഡബിൾ റേറ്റിൽ വരണം. ഇപ്പോൾ പുതിയത് തന്നെ നിർബന്ധമൊന്നുമില്ല, സെക്കൻഡ് ഹാൻഡ് ആയാലും. പക്ഷേ നല്ല ക്വാളിറ്റിയുള്ള വണ്ടി വേണമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഡോൺ ചേട്ടനെ കോൺടാക്റ്റ് ചെയ്യാം. അതേ ഈ ക്രിസ്റ്റയും നമ്മളത് ഇപ്പോൾ ഓൾറെഡി എന്താ പറയുക ഒരാൾ കസ്റ്റമർക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്. അതല്ലാണ്ടും അവർ വണ്ടികൾ ഇനിയും ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ നെക്സ്റ്റ് വീക്ക് അടുത്ത ക്രിസ്റ്റയാണോ എൻഡേവറാണോ എങ്ങാണ്ട് വരുന്നുണ്ടെന്ന് തോന്നുന്നു, എനിക്കത് ഉറപ്പില്ല. വണ്ടി വരുന്നുണ്ട്, ഏത് വണ്ടിയാണെന്നുള്ളത് എനിക്ക് ഉറപ്പില്ലെന്നാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. കഴിഞ്ഞ ആഴ്ച എനിക്കൊന്നൊരു ഫോർഡ് എൻഡേവറാണ് അവർ കൊണ്ടുവന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ നല്ല വണ്ടി ക്വാളിറ്റിയുള്ള വണ്ടി വേണമെങ്കിൽ ഉറപ്പായിട്ടും ഡോൺ ചേട്ടനെ കോൺടാക്റ്റ് ചെയ്യാം. ഇപ്പോൾ വലിയ വണ്ടികൾ മാത്രമൊന്നുമല്ല കേട്ടോ, കുഞ്ഞു വണ്ടികൾ വേണമെങ്കിലും നിങ്ങൾക്കത് ഭയങ്കര ഭംഗിയിൽ അവരത് ചെയ്തു തരും. കാരണം എനിക്ക് ബിസിനസ്സിൻ്റെ കാര്യത്തിൽ എനിക്ക് ഡോൺ ചേട്ടനെ ആ കാര്യത്തിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആർക്കും ഒരു തരത്തിലും ബാധ്യതകളോ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ അതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടാക്കാറില്ല. എല്ലാം പക്കയായിട്ട് ചെയ്ത് കൊടുക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് ഫീൽ. അവരെല്ലാവരും അങ്ങനെയാണ് കേട്ടോ. ഒരു റിജോ ചേട്ടനായിക്കോട്ടെ സിജോ ചേട്ടനായിക്കോട്ടെ, അവരുടെ ആ ഒരു ഗ്രൂപ്പ് അങ്ങനെ തന്നെയാണ്. എല്ലാം നോക്കിയും കണ്ടും ചെയ്തത്. ഇപ്പം നമ്മുടെ റിജോ ചേട്ടൻ 1 മാസം ഡൽഹിയിൽ പോയിരുന്ന് വണ്ടികൾ കണ്ട് എന്താ പറയുക അതിൻ്റെ ക്വാളിറ്റി ചെക്കും കാര്യങ്ങളും പേപ്പറും വണ്ടിയൊക്കെ ഓടിച്ച് നോക്കിയിട്ട് കണ്ടീഷനാണോ, നമ്മളങ്ങ് ഓടിപ്പോയി എടുത്തിട്ട് വരാൻ പറ്റില്ല. അങ്ങനെയല്ല, ഇവർ പോയി നിന്ന് വാല്യൂ ചെയ്ത് അതിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ എടുത്തുകൊണ്ട് വരുള്ളൂ കേട്ടോ. ചിലർക്ക് നമ്മൾ പോകുമ്പോൾ പറയാറുണ്ട് നിങ്ങളൊന്നും സെറ്റ് ചെയ്ത് തരും, ചിലർക്ക് ഇതൊന്നും പരിചയം ഉണ്ടാവില്ല. നമ്മളോട് പറയും നിങ്ങളെ ഞങ്ങൾക്ക് വിശ്വാസമാണ്, ഞങ്ങൾക്ക് നല്ലൊരു വണ്ടി സെറ്റ് ചെയ്ത് തന്നാൽ മതി എന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ളവർക്കും നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്ത് ഇപ്പോൾ ഫോർഡ് എൻഡേവറൊക്കെ അങ്ങനെ എടുത്തുകൊണ്ട് വന്നതാണ് ഞാൻ അറിഞ്ഞത് വെച്ച് പറഞ്ഞു കേട്ടോ. ഒരു കസ്റ്റമറിന് ആവശ്യമായിട്ട് ഇന്നത് വേണം എന്ന് പറഞ്ഞിട്ട് എടുത്തുകൊണ്ടൊന്ന് കൊടുത്തിരിക്കുന്നതാണ്. അങ്ങനെ ആ 1 മാസം നിന്നതിൽ ഒരു പല കാശും നോക്കി വെച്ച് ഇതിനൊക്കെ എന്താ പറയുക ഒരു നാക്ക് വേണം. അത് എനിക്ക് പക്ഷേ ഇവർ കൊണ്ടുവരുന്ന വണ്ടികളൊക്കെ ഇഷ്ടമാണ് കേട്ടോ. കൂടുതലും എനിക്ക് തോന്നുന്ന ആൾക്കാർ ക്രിസ്റ്റയൊക്കെ എടുക്കുന്നത്. പിന്നെ ഇപ്പോഴാണ് ബാക്ക് ടു ബാക്ക് നമുക്ക് ഫോർഡ് എൻഡേവറും കാര്യങ്ങളൊക്കെ വരുന്നത്. ക്രിസ്റ്റ എല്ലാവർക്കും ഭയങ്കര ഒരു ഇഷ്ടമുള്ള സംഭവമാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ബന്നാർക്കട്ട സൂണാണ്. നമ്മൾ വീഡിയോ ഇട്ടപ്പം കുറേ പേര് ചോദിച്ചിരുന്നു ഇന്ന സ്ഥലമാണോ എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ എനിക്ക് കാര്യമായ റിപ്ലൈ ഒന്നും തരാൻ പറ്റിയില്ല. നമ്മൾ അവിടേക്കാണ് പോയത്. നല്ലൊരു സെലക്ഷൻ ആയിരുന്നു എന്ന് തോന്നിയിട്ട് ഞാൻ പറഞ്ഞില്ല. ആദ്യമേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് ഒരു കുഞ്ഞു കടയിൽ കയറി. കുഞ്ഞു കടയില്ല, ഇവിടെ അങ്ങനത്തെ ടീ സ്റ്റോളുകളാണ്. അപ്പോൾ നമ്മൾ സാമ്പാർ വടയും ചാക്കോ വടയും തോമു പ്ലെയിൻ പേപ്പർ ദോശയാണ്, നെയ്യൊന്നും ഇല്ലാണ്ട്. അപ്പോൾ അവൻ്റെ ദോശയ്ക്കായിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ചാക്കോൻ്റെ അപ്പയുടെയും ദോശ വന്നു, എനിക്ക് സാമ്പാർ വടയും വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ചായ കുടിക്കണം, നല്ല ചായയും കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ യാത്ര തുടർന്നു കേട്ടോ. നിങ്ങൾ ബാംഗ്ലൂർ വരികയാണ്, ഒരു ഹാഫ് ഡേയിൽ ഒരു ഫുൾ ഡേ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ ഈ ബന്നാർക്കട്ട സൂ. അത് തന്നെ പറയുമ്പോൾ തെറ്റിപ്പോവും, സംഭവം മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കണം കേട്ടോ. കാരണം ഇച്ചിരി കടുകട്ടി വാക്കാണ് പറയാനായിട്ട്. അങ്ങനെ നമ്മൾ അവിടേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ 9:30ക്കാണ് ഓപ്പണിംഗ് എന്ന് ഡോൺ ചേട്ടൻ നെറ്റിൽ നോക്കി. അതൊക്കെ സെറ്റ് ചെയ്ത ഡോൺ ചേട്ടനാണ് കേട്ടോ, ഞാനല്ല അതൊന്നും സെറ്റ് ചെയ്തത്, പ്ലാൻ ചെയ്തു. കാരണം ഡോൺ ചേട്ടൻ പറഞ്ഞു എന്തായാലും നമ്മൾ മെനക്കെട്ട് ഇവിടെ വരെ വന്നു, പിന്നെന്താ പൊക്കൂടെ എന്നൊക്കെ ചോദിച്ചിട്ട് ശരിയെന്നും പറഞ്ഞു. അങ്ങനെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടേ.
അപ്പോൾ ഞാനും പിള്ളേരെ കാണിക്കാൻ കൊണ്ടുപോകണം ആ ഒരു ഇതിലാണ്. പക്ഷേ നമുക്കടക്കം ഇഷ്ടമാവും കേട്ടോ. പലതരം കോമ്പോസ് അവിടെ അവൈലബിൾ ആണ്. ബസ്സുണ്ട്, നോൺ എ സി ബസ്സുണ്ട്, എ സി ബസ്സുണ്ട്, പിന്നെ 4 സീറ്റർ, 5 സീറ്റർ, 6 സീറ്റർ, 7 സീറ്റർ, 8 സീറ്റർ കാറും അവൈലബിൾ ആണ് കേട്ടോ. ഓരോന്നിൻ്റെയും കോമ്പോയുടെ കൂടെ ബട്ടർഫ്ലൈ പാർക്ക്, സൂവിലേക്കുള്ള അല്ലെങ്കിൽ ക്യാമറയായിട്ട് വരുന്നവർക്ക് ക്യാമറ, അതൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഭയങ്കര നീറ്റായിട്ടാണ് അവരത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഒക്കെ പുല്ലോ ഇലയോ ഒന്നുമില്ല, ബാക്ക് ടു ബാക്ക് തൂത്തുവാരി തുടച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവർ. ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര അടിപൊളിയായിട്ട് തോന്നി കേട്ടോ. അപ്പോൾ ഇത് ഓൺലൈനായിട്ട് ഈ ടിക്കറ്റ് ബുക്ക് ചെയ്യാമെന്ന് തോന്നുന്നു. ഈ കിടക്കുന്ന ബസ്സുകളിലാണ് നമ്മൾ പോവുക കേട്ടോ. ആദ്യം ഡോൺ ചേട്ടനാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഡോൺ ചേട്ടൻ പറഞ്ഞു കുറച്ച് സമയം എടുക്കും, അപ്പോൾ നിങ്ങളും കൂടെ വായോ, നമുക്കിവിടെയൊക്കെ കാണാം, ഇവിടെ പാർക്കൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ അവിടെ ഈ പ്ലാസ്റ്റിക് ഒന്നും അലൗഡ് അല്ല. അപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങൾ തിരിച്ചു വെക്കാൻ പറഞ്ഞപ്പോൾ ഞാനത് പറഞ്ഞു കാറിൽ കൊണ്ടുവെക്കാം, കളയാനൊന്നും പറ്റില്ല, അല്ലെങ്കിൽ ക്ലോക്ക് റൂമിൽ കൊണ്ടുവെക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു കാർ അപ്പുറത്തല്ലേ കിടക്കുന്നത്, ഞാൻ കൊണ്ടുവച്ചിട്ട് വരാമെന്ന് പറഞ്ഞാൽ എൻ്റെ ഹാൻഡ് ബാഗും ഞാനവിടെ ഡ്രോപ്പ് ചെയ്തു. കാരണം വലിയ ആവശ്യമൊന്നുമില്ല, ഇവരുടെ മാത്രം ബാഗ് എടുത്തു. ചാക്കോ പാലെങ്ങാനും ചോദിച്ചാൽ കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് മാത്രം എടുത്തു കേട്ടോ. അപ്പോൾ അതേ ഇവിടെ വെയിറ്റ് ചെയ്യാണ്. ചാക്കോയ്ക്ക് ദേഷ്യം വന്ന് തുടങ്ങിയിട്ടോ. കാരണം ഞങ്ങൾക്ക് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നോക്കി നിൽക്കാനൊന്നും ഞങ്ങൾക്ക് ഇഷ്ടമില്ല. ഞങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ കഴിഞ്ഞാൽ ഞങ്ങളുടെ കാര്യങ്ങൾ നടക്കുള്ളൂ കേട്ടോ. അങ്ങനെ ഇവിടെ നമ്മൾക്ക് എൻട്രൻസിൻ്റെ അവിടെയുള്ള ഒരു ഫിഷിൻ്റെ ഏരിയ നല്ല ഞാൻ പറഞ്ഞില്ല, ഭയങ്കര സൂപ്പറായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ പിള്ളേരൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ മസ്റ്റായിട്ടും പോകാൻ പറ്റിയൊരു സ്പോട്ടാണ്. ഞങ്ങൾ 10 മണിക്ക് അതിനകത്ത് കയറിയിട്ട് ഒരു 1 മണി, അതും ഉള്ളത് കൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് ഒരു നടക്കേണ്ട ഏരിയയിലൊക്കെ ആയപ്പോഴത്തേനും ചാക്കോ തളർന്നു. അതാണ് മെയിൻ സംഭവം. ചാക്കോയും തളർന്നു, തോമുവും തളർന്നു. പക്ഷേ അവർ മാക്സിമം കോപ്പറേറ്റ് ചെയ്തു കേട്ടോ. ഈ പറഞ്ഞ പോലെ നമ്മൾ തലേന്നും മറ്റേ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ കുറേ നടന്ന് തളർന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണം ഉണ്ടായിരുന്നു. നമ്മൾ പോണ ബസ് ഇതാണ് കേട്ടോ. പിന്നെ ഈ ഡ്രസ്സ് ലിങ്ക് ആരും ചോദിക്കരുത്, ഇത് ഞാനൊരു കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അതുകൊണ്ട് ലിങ്ക് ഉണ്ടാവില്ല. ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ്. ഞാനിത് എവിടെ ഇടുമെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു. കാരണം അതിൻ്റെ കൈ കുറച്ച് കുറവാണ്. പക്ഷെ വൃത്തികേടൊന്നും ഉണ്ടായില്ല. നമ്മൾ വണ്ണമെന്ന് പറഞ്ഞാൽ എത്ര നാളാണ് നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സൊക്കെ ഇടാണ്ടിരിക്കുക. വണ്ണം കുറയ്ക്കണം, പക്ഷേ എന്ത് ചെയ്തു എവിടെ ചെയ്തു, ഇനി അതിൻ്റെ മേളിലൊരു ബോഡി ഷേമിങ് ചെയ്യാണ്ടിരിക്കട്ടെ. വളരെ ചുരുക്കം വരെ ഞാൻ എന്ത് തിന്നിട്ടാന്ന് ഞാൻ വിചാരിക്കും കേട്ടോ. അത് ഓരോരുത്തരുടെ അവസ്ഥയാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ എനിക്ക് ജീൻ്റെ പ്രശ്നമുണ്ട്, കുറയ്ക്കാൻ പറ്റും, അതില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ ഞാൻ അതിൻ്റെ ഒരു ആത്മബലത്തിൽ തുടങ്ങിയേക്കാണ്, വണ്ണം കുറയ്ക്കണം എന്നുള്ളൊരു തീരുമാനത്തിലാണ്. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി കേട്ടോ. കറക്റ്റ് ആൾക്കാർ തിക്കി നിറച്ച് കൊണ്ടുപോകുന്നില്ല, സീറ്റിലിരിക്കാന്നുള്ള ആൾക്കാരെ കൊണ്ട് മാത്രമേ അവർ പോവുള്ളൂ കേട്ടോ. അതൊക്കെ എനിക്ക് വളരെ നന്നായിട്ട് തോന്നി കേട്ടോ. കാരണം ആൾക്കാരെ കുത്തി നിറച്ച് കൊണ്ടുപോയിട്ടും കാര്യമില്ലല്ലോ. ആദ്യം ഇതേ മാനിനെ കണ്ടു കേട്ടോ. ഭയങ്കര അവർക്ക് ഫുഡൊക്കെ ഇട്ട് കൊടുത്ത്, എനിക്ക് തോന്നുന്നത് തോന്നുന്നല്ല, ഇവർ സെറ്റ് ചെയ്തിരിക്കുകയാണ് ഓരോ ഏരിയ. ഇപ്പോൾ ഫസ്റ്റ് മാനാണെങ്കിൽ അടുത്തത് ആനയ്ക്കൊരു ഏരിയ, അങ്ങനെ ഡിവൈഡ് ചെയ്ത്. കാരണം നമ്മൾ ആലോചിക്കില്ലേ, ഈ പുലിയും കടുവയൊക്കെ ഇതുങ്ങളെ പിടിച്ച് വിഴുങ്ങില്ലേന്ന്. അതുകൊണ്ട് തന്നെ അവരെയൊക്കെ ഭയങ്കര സെക്യൂർഡായിട്ടാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കുറേ ഉണ്ട്, ഭയങ്കര ഭംഗിയുള്ള എന്ന് വെച്ചാൽ ഓഞ്ഞ് നടക്കുന്ന മാനുകളും ഒന്നുമല്ല കേട്ടോ. നല്ല ആരോഗ്യമുള്ള ആനകളും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാതെ. ആൾക്കാരതിനെ നോക്കുന്നതും തീറ്റുന്നതും കുളിപ്പിക്കുന്നതും ഒക്കെ ഉണ്ട്. കാരണം ഇവർ മണ്ണ് വാരി ദേഹത്തോട്ട് എറിയാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അപ്പുറത്ത് ഈ കുറച്ചും കൂടെ ഫ്രണ്ടിലാണ് അത് നോർമൽ ബസ്സാണ് കേട്ടോ ഫ്രണ്ടിലുള്ളത്. ഒരാൾ അവിടെ നിന്ന് കുളിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഡെയിലി ബേസിസിൽ അപ്പോൾ ആൾക്കാരെ കാണിക്കുകയും വേണമല്ലോ, ആനേനെ കാണിക്കുകയും വേണമല്ലോ. പിന്നെ ഇവരെ ഇങ്ങനെ ഒരു ഏരിയയിൽ ഇങ്ങനെ സേഫാക്കി ലോക്കാക്കി ഇട്ടിരിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇവരൊക്കെ ഒരു ഫാമിലിയാണ് കേട്ടോ. ഫാമിലി കുഞ്ഞാനയുണ്ട് കൂട്ടത്തിൽ. അവർ ഫാമിലിയായിട്ട് എൻജോയ് ചെയ്യണം. അവരുടെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് എൻജോയ് ചെയ്യാണ് കേട്ടോ. നമ്മൾ ആ പോയ ബസ്സിലൊരു മലയാളി ഫാമിലി കൂടെ ഉണ്ടായിരുന്നു. നമ്മൾ അങ്ങനെ സംസാരിച്ചൊന്നുമില്ല, തമ്മിൽ ചിരിച്ച് കാണിച്ചു, അത്രയേ ഉള്ളൂ കേട്ടോ. കാരണം അവർ സംസാരിക്കുമ്പോഴാണ് ശ്രദ്ധിച്ചത് അവർ മലയാളി. പിന്നെ കുറേ തമിഴുണ്ടായിരുന്നു, പിന്നെ ബാംഗ്ലൂരുകാർ തന്നെ ഉണ്ടായിരുന്നു. എന്താ തരത്തില്ല, ഇങ്ങനെ നല്ലൊരു സ്ഥലമുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് അറിയുന്നത്. ഞാൻ പൊങ്ങച്ചൊന്നും പറഞ്ഞത്, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സൂ ഉള്ള കാര്യം അറിയുന്നതും ഇത് ഇത്രയും നന്നായിട്ട് അവർ കീപ്പപ്പ് ചെയ്ത് എക്സ്പ്ലോർ ചെയ്യുന്നുള്ളതെന്നൊക്കെ നമ്മൾ അറിയുന്ന കേട്ടോ. ഇവനെന്തോ ഒരു വശപ്പശൊക്കെ ഉണ്ട്. കാരണം ഇവനെ വലിയ ചങ്ങല കൊണ്ട് കെട്ടിയിട്ട്, കാരണം ആനയ്ക്ക് ഓടി നടക്കാം, അങ്ങനത്തെ ഒരു ചങ്ങലയാണ് കേട്ടോ. അപ്പോൾ അവനെ അങ്ങനെ നിർത്തിയേക്കാണ്. അവനെന്തോ പ്രശ്നമാണ്. അപ്പോൾ അവനെ വഴക്ക് പറയാൻ കല്ലും കൊണ്ടൊക്കെ വരുന്നുണ്ട്. എനിക്ക് എന്തിനാണെന്നത് മനസ്സിലായില്ല. അവനപ്പം മാറി നിൽക്കുന്നുണ്ട് കേട്ടോ. ഒരു കുട്ടി ആനയാണ് കേട്ടോ. അവിടെ കുളിപ്പിക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേ, കുളിപ്പിക്കുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെ വെൽ മെയിൻറ്റെയിൻ ആയിട്ട് കൊണ്ട് നടക്കുന്ന ആയിരിക്കണം. ഇതുണ്ടോ, ഇനി അങ്ങോട്ട് ഭീകരമായ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾ ഈ സിനിമകളിൽ
എന്താ പറയുക, ഇംഗ്ലീഷ് മൂവീസിലൊക്കെ കാണുന്ന ഒരു സെഗ്മെൻറ്റ് പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. നമ്മളൊരു തുരങ്കത്തിനകത്തേക്ക് കയറുന്നു, അതടയ്ക്കുന്നു, ഫ്രണ്ടിൽ തുറക്കുന്നു, ബാഗിൽ അടയ്ക്കുന്നു, അങ്ങനെയൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കണ്ടത് നമ്മുടെ കരടിക്കുട്ടന്മാരെയാണ് കേട്ടോ. വഴിയിലൊക്കെ കിടക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ പട്ടിക്കുഞ്ഞുങ്ങളൊക്കെ വന്ന് കിടക്കുന്ന പോലെ റോഡിൽ വന്ന് കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇതുങ്ങളുടെ ഇത് മാത്രം ഇങ്ങനെ പുറത്തിറങ്ങിയെന്ന് ഞാൻ കുറേ ആലോചിച്ചു കേട്ടോ. കാരണം ബാക്കിയുള്ള എല്ലാം ഇങ്ങനെ ഒരു ഫെൻസിങ്ങിൻ്റെ ഉള്ളിലാണ് കിടക്കുന്നത്. ഇത് മാത്രം ഇങ്ങനെ പുറത്ത് ചാടിയെന്ന് ഞാൻ കുറേ ആലോചിച്ചു. ഇനി ഇത് ഒരാളുണ്ട്, ഇതിന് ജീവനുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. പക്ഷെ അത് അനങ്ങുണ്ടായിരുന്നു കേട്ടോ. തമാശ പറയുന്നതാണ്. കണ്ടോ അവിടെ നിൽക്കുന്നുണ്ട് ആൾക്കാർ. അതിൻ്റെ ഒരു ബിൽഡിംഗ് ആണ്. പക്ഷെ ആ ഗേറ്റൊക്കെ അടച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. എങ്ങനെ അതിനകത്ത് കയറുമെന്നൊന്നും എനിക്കറിയില്ല. ഇനി അപ്പുറത്ത് വഴിയുണ്ടോ അതൊന്നും അറിയില്ല. കണ്ടു നിൽക്കാനേ പറ്റുള്ളൂ. പിന്നെ ഇവരുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അത് ഓരോ സ്പോട്ടിലെത്തുമ്പോൾ ഡ്രൈവർ നമ്മളോട് പറയും ഇത് ഇന്നതാണ് കേട്ടോ, അത് അന്നതാണ് കേട്ടോ എന്നൊക്കെ പറയും കേട്ടോ. ശരിക്കും പാച്ചു ഉണ്ടായിരുന്നു ഇത് ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്താണ് കേട്ടോ. പാച്ചുവിന് ഇങ്ങനത്തെയൊക്കെ ഇഷ്ടമാണ്. ഇനിയിപ്പോൾ ഒരു പ്രാവശ്യം കൂടെ പോകുമ്പോൾ പാച്ചുവിനെ കൊണ്ട് പോകണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. ഡൽഹിക്ക് പോകുന്നുണ്ടെങ്കിൽ ഡിംപിൾ എന്തായാലും വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ മിക്കവാറും അങ്ങനെ ഞാൻ പറഞ്ഞു ഡൽഹിക്കോ ഇനിയോ, കാരണം അത്ര സിമ്പിളല്ല. നമ്മൾ പിള്ളേരുമായിട്ട് പോകുമ്പോൾ കുറേ കാര്യങ്ങൾ ടേക്ക് കെയർ ചെയ്യണം. ഞാൻ ഡോൺ ചേട്ടനോട് പറഞ്ഞു, ഡോൺ ചേട്ടൻ നമുക്ക് രണ്ടുപേർക്കും മാത്രമായിട്ട് ബാംഗ്ലൂർക്ക് ഒരു ട്രിപ്പ് കാരണം എനിക്ക് കൊമേഴ്ഷ്യൽ അങ്ങനെ നമ്മൾ ആർഭാടമായിട്ടൊന്നും പൈസ പൊട്ടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പിള്ളേർക്ക് സാധനങ്ങൾ വാങ്ങിച്ചു. ഇപ്പം നമുക്കായാലും ചെരുപ്പ് വാങ്ങിച്ചു. അല്ലാണ്ട് ചെരുപ്പ് വാങ്ങിച്ചത് 250 രൂപയുടെ ചെരുപ്പാണ് 3 പേർക്കും കൂടെ വാങ്ങിച്ചത്. അങ്ങനെ ഓവർ എക്സ്പെൻസീവായിട്ട് നമ്മളൊന്നും ചെയ്തിട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു നമുക്ക് ഒരു പ്രാവശ്യം നമുക്ക് രണ്ടുപേർക്കുമായിട്ട് വരണം, ബാംഗ്ലൂർ ഫുള്ളൊന്ന് എക്സ്പ്ലോർ ചെയ്യണം. കാരണം പിള്ളേർ നടക്കാത്തതുകൊണ്ട്, അല്ലെങ്കിൽ കുറച്ചും കൂടെ വലുതായിട്ട് ഒന്ന് നടക്കുക, അവർ തന്നെ നടക്കണം, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ മടുക്കാൻ പാടില്ല അല്ലേ. ഇപ്പോഴത്തെ ഒരു ഇതെന്ന് വെച്ചാൽ അവർക്ക് മടുത്താൽ അവർ കുറങ്ങാൻ വരുന്നു അങ്ങനെയൊക്കെ പറയും. അങ്ങനെ ആനിമൽസിനെ കണ്ട് ഞാൻ പറഞ്ഞില്ലേ വെൽ നീറ്റായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്ത് ഒരു സ്മെല്ലോ ഒന്നുമില്ല കേട്ടോ. കാരണം ഇത് നമ്മൾ AC ബസ്സിലായിരിക്കും നോക്കിയത്, പക്ഷേ അത് അവർ കിടക്കുന്ന സ്ഥലം അതും എത്ര നന്നായിട്ട് ജോലിക്കാരും ഒക്കെ ഉണ്ട് കേട്ടോ. സമ്മതിച്ച് എങ്ങനെ ഒരു പേടിയില്ലാതെ അതിനകത്ത് നിൽക്കുന്നതെന്നൊക്കെ ഞാൻ വിചാരിച്ചു. അവരും ആനിമൽസും ഇങ്ങനെ കൂട്ടിലകപ്പെട്ട പോലെയല്ല, അവർ അവരുടേതായ ഇഷ്ടത്തിന് നടക്കുക, കളിക്കുക, ഒരു വഴക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അവിടെയും കുടുംബ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അവർക്കിടയിൽ കുടുംബ പ്രശ്നങ്ങളുണ്ട്. മനുഷ്യരുടെ ഇടയിൽ മാത്രമല്ല കുടുംബ പ്രശ്നമുള്ളത്, മൃഗങ്ങൾക്കിടയിലും കുടുംബ പ്രശ്നമുണ്ട്. ചുമ്മാ പറഞ്ഞിട്ട് തമാശയ്ക്ക് പറഞ്ഞാണ്. ഇനി അതൊരു സീരിയസ് ടോക്ക് ആരും ആക്കണ്ട. കാരണം വളച്ചൊടിക്കേണ്ടവർക്ക് പലതും വളച്ചൊടിക്കാം. അങ്ങനെ എന്താ പറയുക, ഞാൻ കുറേ വീഡിയോസ് അങ്ങനെ ആഡ് ചെയ്യുന്നില്ല. കാരണം നിങ്ങൾക്കും ബോറടിക്കും, ഇത് എന്തിട്ട് ഇവളീ കാണിക്കുന്നതെന്ന് വിചാരിക്കും കേട്ടോ നിങ്ങൾ. അപ്പോൾ എന്താണ്, എനിക്കിനി ഭ്രാന്താന്ന് തോന്നുന്നുണ്ട്. കുറേ സാധനങ്ങൾ ഇങ്ങനെ വലിച്ച് വാരി ഇടുമ്പോഴത്തേക്കിനും നമ്മൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാം ക്ലിയറായിട്ട് നമുക്കവർ പറഞ്ഞു തരും, അതാണ് ഇതാണ് എന്നൊക്കെ ഉള്ളത്. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്ത്യയിൽ ഇവിടെ മാത്രം വൈറ്റ് ടൈഗർ ഉള്ളതെന്നാണ് ഡോൺ ചേട്ടൻ പറഞ്ഞത് കേട്ടോ. വേറെ എവിടെയും വൈറ്റ് ടൈഗർ ഇല്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനി മുന്നോട്ട് പോകുന്ന വീഡിയോസിൽ വരും കേട്ടോ. ഇത് അവിടെ ഇരുന്ന് ഗർജിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ സിംഗ് അവിടെ ഇരുന്ന് ഗർജനമായിരുന്നു. ഇത് AC ബസ്സിലായതുകൊണ്ട് സൗണ്ട് കേട്ടില്ല, മീൻസ് വീഡിയോയിൽ അങ്ങനെ കേൾക്കുന്നില്ല, പക്ഷെ നമുക്ക് ചെറുതായിട്ട് കേൾക്കുന്നുണ്ടായിരുന്നു. ഓപ്പൺ ബസ്സായിരുന്നെങ്കിൽ ചിലപ്പോൾ ശരിക്കും ഉള്ള ഗർജനം കേൾക്കാൻ പറ്റിയാൽ. കണ്ടോ അതവിടെ ഇരുന്ന് ഗർജിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് സിംഗത്തിൻ്റെ ഗർജനം കേൾക്കുന്നത് കേട്ടോ. എൻ്റെ മലയാളത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക കേട്ടോ. തികച്ചും സ്വാഭാവികമാണ്. ഞാൻ മലയാളം പറഞ്ഞു വരുമ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ആയിത്തീരും. അപ്പോൾ നിങ്ങൾ ചോദിക്കും നീ എന്താണ് ഈ മലയാളിയല്ലേ എന്ന് ചോദിക്കും. മലയാളിയൊക്കെ തന്നെയാണ്, പക്ഷേ ചില സാങ്കേതിക തകരാറുകൾ ചില സമയത്ത് എനിക്ക് വരാറുണ്ട്. അങ്ങനെ അടുത്തൊരു കുടുംബം അവിടെ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താണെന്നറിയത്തില്ല. ഇന്ന് ഞങ്ങൾ പോയയിടത്തൊക്കെ കുടുംബ പ്രശ്നങ്ങളായിരുന്നു. എന്താണെന്നറിയത്തില്ല, ഒളിച്ചും ഭാഗത്തു നിന്നുള്ള പുറകിൽ നിന്നുള്ള അടി എന്നൊക്കെ നമ്മൾ പറയില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. അതൊക്കെ കണ്ടു നിൽക്കാൻ നല്ല, നമുക്ക് അല്ലെങ്കിലും വല്ലോൻ്റെ വീട്ടിലെ പ്രശ്നം കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ വീട്ടിലെ പ്രശ്നം കണ്ടില്ലെങ്കിലും വല്ലോൻ്റെ വീട്ടിലെ അടി കാണാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. സോ എല്ലാവരും ഭയങ്കര കാര്യത്തോടെയാണ് കേട്ടോ നോക്കി നിന്നത്. ശരി, ഞാനെന്താ പോലെ ഞാൻ ഏതോ ഒരു മൈൻഡിലാണ് പോയത്. ഞാൻ പറഞ്ഞ ഓവർ എക്സൈറ്റ്മെൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഞാൻ എൻ്റെ മനസ്സിൽ വേറെ എന്തെങ്കിലും വെച്ചിട്ട് പറയുന്നതെന്ന് വിചാരിക്കും. അങ്ങനെ മൊത്തത്തിൽ പ്രശ്നമാണ് ഗൈസ്, എന്താണെന്ന് അറിയത്തില്ല. അപ്പം നിങ്ങളുടെ പിള്ളേരൊക്കെ ആയിട്ട് പുറത്ത് പോകാൻ അല്ലെങ്കിൽ ഒരു ട്രിപ്പ് പോകാനൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ ഒരു സ്പേസ് തിരഞ്ഞെടുക്കാം കേട്ടോ. കാരണം അത്ര വലിയ റേറ്റൊന്നും വരുന്നില്ല. ഇപ്പം നിങ്ങൾ ട്രെയിനിലൊക്കെ പോവുകയാണെങ്കിൽ 100-400 രൂപയ്ക്ക് സ്ലീപ്പർ ടിക്കറ്റൊക്കെ കിട്ടും. ഇപ്പം അങ്ങനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോകേണ്ടവർക്കും പോകാം, ബസ്സിൽ പോകേണ്ടവർ ഏത് രീതിയിലും നമുക്ക് എവിടെ വേണമെങ്കിലും പോകാം അല്ലേ. ഇപ്പം നമുക്ക് ബാംഗ്ലൂർക്ക് വേണമെങ്കിൽ ഫ്ലൈറ്റിൽ പോവാം, പക്ഷേ അതിൻ്റെ റേറ്റ് ഒന്ന് കൂടും. ബസ്സിന് പോവാം, അപ്പോൾ ബസ്സിനും പറ്റില്ലെങ്കിൽ ട്രെയിനിന് പോവാം. നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മുടെ ട്രിപ്പിനെ നമുക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ മനസ്സിലൊരു 10,000 രൂപയാണ് നമ്മുടെ ബഡ്ജറ്റ് ട്രിപ്പെങ്കിൽ അതനുസരിച്ച് കാര്യങ്ങൾ നീക്കാം. ഇപ്പം
നമ്മൾ വലിയൊരു ഹോട്ടലിൽ നിന്ന് കഴിക്കുന്നത് ഒഴിവാക്കിയിട്ട് ചായക്കടയിൽ നിന്ന് ചായയൊക്കെ കുടിച്ച് ബണ്ണൊക്കെ കഴിച്ച് അങ്ങനെയൊക്കെ, അതായത് ഡിഫറെൻറ്റ് ഐറ്റംസ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഓവർ എക്സ്പെൻസീവും അല്ല എന്നാൽ ബഡ്ജറ്റഡും അല്ലാത്തൊരു, പക്ഷേ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഓവർ എക്സ്പെൻസ് നമുക്ക് പറ്റില്ല. ഞാൻ പറഞ്ഞില്ല എനിക്ക് പോകാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല, പിള്ളേർക്ക് വേണ്ടി നമ്മൾ പോയി, പിന്നെ അത് ഇഷ്ടമായി, ഇല്ലാത്തതുകൊണ്ട് പോകാത്തതല്ല. നമ്മുടെ സാഹചര്യം ഇപ്പോൾ പിള്ളേരെ സ്കൂളിൽ ചേർക്കേണ്ട സമയമാണ്, അല്ലെങ്കിൽ ഫീസ് കൊടുക്കേണ്ട സമയങ്ങളാണ്, ഒരു സമ്മർ ക്യാമ്പ്, അപ്പം നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്കൊരു ടൈറ്റ് വരും. എല്ലാവരും അംബാനി ഒന്നും അല്ലല്ലോ, നമുക്ക് നമ്മുടേതായ ബുദ്ധിമുട്ടുകളൊക്കെ കാണും, അത് നമ്മൾ അതനുസരിച്ച് പ്ലാൻ ചെയ്യണം. പക്ഷേ നമുക്കിങ്ങനെ ഒരു ചാൻസ് ഇനി വരില്ല, അല്ലെങ്കിൽ പെട്ടെന്ന് കിട്ടുന്ന ഒരു ചാൻസുകളല്ലല്ലോ ഇതൊന്നും. അപ്പോൾ അതനുസരിച്ച് പെരുമാറണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എടുത്ത റൂമിന് എനിക്ക് തോന്നുന്നത് 1800 ആ ഒരു റേഞ്ചിനാണ് വരുന്നത്. പിന്നെ ഫുഡായാലും ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളങ്ങനെ ഇന്നലെ ഈ ബെന്നാർകോട്ടയിൽ പോയ രാവിലെ ഞങ്ങൾ വട കഴിച്ചു. ഞങ്ങൾ വട ദോശ എല്ലാം കൂടെ കഴിച്ചു വന്നപ്പോൾ എനിക്കൊന്ന് 250 രൂപയായി എല്ലാം കൂടെ ചായയൊക്കെ കുടിച്ചിട്ട് വന്നിട്ട്. പിന്നെ അവിടെ ടിക്കറ്റും കാര്യങ്ങളും വരും. നമ്മുടെ ബെന്നാർകോട്ടിൽ 1700 സംതിങ് എല്ലാവർക്കും കൂടെ കേട്ടോ, ഒരാൾക്കല്ല എല്ലാവർക്കും കൂടെ വരുന്ന AC ബസ്സിന് അത്രയും നമുക്ക് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ബഗ്ഗി എടുത്തു, അങ്ങനത്തെ ചിലവ് നമുക്ക് ഓവർ എക്സ്പെൻസീവായിട്ട് എനിക്ക് തോന്നിയില്ല. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ പോയി ഞാൻ പറഞ്ഞു 250 രൂപയുടെ 3 ചെരുപ്പ് വാങ്ങിച്ചു. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, അല്ലാണ്ട് പോയി ഒന്നും വാങ്ങിക്കാണ്ട് തിരിച്ചു വന്നതിലും പറഞ്ഞല്ലേ ഞങ്ങൾ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലൊക്കെ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അങ്ങനെ നമ്മുടെ ബസ്സിലെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മളെ ബട്ടർഫ്ലൈ പാർക്കിൻ്റെ അവിടെ കൊണ്ട് നിർത്തും കേട്ടോ. അപ്പോൾ നമ്മളെടുത്ത കോംബോയ്ക്കകത്ത് ബട്ടർഫ്ലൈ പാർക്കിലെ എൻട്രി ഫീസും കൂടെ നമ്മൾ അടച്ചിട്ടുണ്ടായിരുന്നു. അതല്ല നോൺ AC എടുക്കുന്നെങ്കിൽ ഇവിടെ വന്നിട്ട് നമ്മളെ വാതിൽക്കുന്ന പിന്നെയും ഒരു ടിക്കറ്റ് ഫീ കൊടുക്കണം കേട്ടോ. ആദ്യം നമ്മൾ എടുക്കുകയാണെങ്കിൽ പിന്നെ ഒരിടത്ത് നമുക്ക് പൈസ കൊടുക്കേണ്ടി വരില്ല. അങ്ങനെ തരം കോംബോകളുണ്ട്. അത് നിങ്ങൾ വായിച്ച് കൃത്യമായിട്ട് നിങ്ങളുടെ നീഡ് അനുസരിച്ചിട്ട് വേണം നിങ്ങളത് ചെയ്യാനായിട്ട് കേട്ടോ. അങ്ങനെ ഇവിടെ ഒരു പാറക്കുളം പോലെ ഒരു സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ നടുക്ക് ഫൗണ്ടൻ പോലെയൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തോമു ചോദിക്കണത് ഇതിനകത്ത് ക്രൊക്കഡൈലുണ്ടോ, ഇതിനകത്തൊന്നും കാണുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞു അറിയില്ല, ക്രൊക്കഡൈലുണ്ടെങ്കിലും വെള്ളത്തിൻ്റെ അകത്തായിരിക്കില്ലേ, നമുക്ക് അറിയില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മൾ നടന്നിട്ട് ബട്ടർഫ്ലൈ പാർക്കിലേക്ക് പോയേക്കാണ്. അപ്പോൾ അതിൻ്റെ അവിടെ നിന്ന് എത്തുന്നതും നല്ല പോലെ നടന്ന് ചെല്ലാനുള്ളൊരു സ്ഥലമുണ്ട് കേട്ടോ. നിറച്ച് മാങ്ങയൊക്കെ ആയിട്ട് എന്തോരം, എനിക്കാണെങ്കിൽ മാങ്ങക്കൊതി കുറച്ചധികം കൂടുതലാട്ടോ. ഏത് പ്രായത്തിലായി ഞാനും എബിൻ ചേട്ടനാണ് പച്ചമാങ്ങ തിന്നുന്ന ആൾക്കാർ കേട്ടോ. എബിൻ ചേട്ടനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉപ്പും മുളകൊക്കെ കൂട്ടി കഴിക്കാനായിട്ട്. അങ്ങനെ നടന്ന് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഈ പറയുന്ന പോലെ വെക്കേഷൻ കഴിയാറായാലും ഇനി അതിൻ്റെ തിരക്കാണോ എന്നറിയില്ല. പിന്നെ ഇങ്ങനെ കുറേ ഫോട്ടോ പോയിൻറ്റുകൾ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതും ഇങ്ങനെ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു. പക്ഷേ പിള്ളേർക്ക് ഞാൻ പറഞ്ഞത് നടന്ന് മടുത്തവർ, അപ്പം ഞാൻ നിന്നെടുത്തു കേട്ടോ. എനിക്കൊരു അവസരം എനിക്ക് കിട്ടിയില്ലെങ്കിലോ, അപ്പം ഞാൻ വേഗം എടുത്തു. ഫോട്ടോ എടുക്കാൻ കുറേ പോയിൻറ്റുകളുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ശരിക്കും നടന്നത് എക്സ്പ്ലോർ ചെയ്യണം കേട്ടോ. ഓരോ കാര്യങ്ങളും നമ്മൾ വിട്ടു പോകാൻ പാടില്ല. ഞങ്ങൾ കുറച്ച് സ്പേസ് ഞങ്ങൾ വിട്ടു, കാരണം പിള്ളേർക്ക് പറ്റാണ്ടായി തുടങ്ങിയപ്പോഴത്തേനും നമ്മളത് ബ്രേക്ക് എടുത്തു. കാരണം അവർക്ക് പറ്റാണ്ട് നമുക്ക് എടുത്തുകൊണ്ട് നടക്കാൻ പോസിബിൾ അല്ല, അതുകൊണ്ട് തന്നെ നമ്മൾ അധികം റിസ്ക് എടുത്തില്ല. ഇതാണ് ബട്ടർഫ്ലൈ പാർക്ക് കേട്ടോ. മറ്റേ നമ്മുടെ ഡോമൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പോലെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ അത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ, ഒരു രക്ഷയില്ല. അതും വളരെ അടിപൊളിയായിട്ടാണ് അവരത് മെയിൻറ്റെയിൻ ചെയ്ത്, നിറച്ച് ബട്ടർഫ്ലൈകൾ, ചെടികൾ, മറ്റേ നമ്മുടെ ചെമ്പരത്തി, അങ്ങനെ കുറേ സാധനങ്ങൾ അവർ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവർക്ക് ഫുഡ്, ഞാൻ ആദ്യമായിട്ടാണ് ബട്ടർഫ്ലൈക്ക് ഫുഡ് വെച്ചിട്ട് കണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മളങ്ങനെ ആധികാരികമായിട്ടൊന്നും ഇങ്ങനെ ചിന്തിക്കാറില്ല, ഇവരെന്താ കഴിക്കണേ എടുക്കണേ എന്നൊന്നും നമ്മൾ ചിന്തിക്കാറില്ലല്ലോ. അപ്പോൾ കുറേ സ്ഥലങ്ങളിൽ ഇങ്ങനെ പ്ലേറ്റിൽ ഓറഞ്ച്, പൈനാപ്പിൾ ഒക്കെ വെച്ച് അതിൻ്റെ മുകളിൽ ഇവർ വന്ന് ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചാക്കോ നോക്കിയപ്പോൾ എനിക്ക് മീനിനെ കാണാൻ പറ്റണില്ല. മീനാണെങ്കിൽ പാലത്തിനുണ്ട്, കുറച്ച് മീനെ കാണാം, പക്ഷെ അവൻ അതിന് വേണ്ടി മെനക്കെടുന്നുണ്ടായിരുന്നില്ല. അവന് ഉറക്കവും വന്നു തുടങ്ങി, വിയർത്തിട്ട് ഉറക്കം വന്നു തുടങ്ങി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ആകെ ക്രാങ്കായി. പിന്നെ ബട്ടർഫ്ലൈനൊക്കെ കണ്ടപ്പോൾ ഒരു സമാധാനമായി. അങ്ങനെ ശ്രദ്ധിക്കണില്ല, പിന്നെ സംഭവം ആദ്യം മനസ്സിലായില്ല ഇതെന്താ സംഭവം എന്നുള്ളത്. പിന്നെ ബട്ടർഫ്ലൈനെ കുറേ കണ്ടപ്പോൾ മൂപ്പർക്ക് ഇഷ്ടമായി കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഒരു പുല്ല് പോലും ഇല്ല, അത്രയും ഭംഗിയിൽ. ചെമ്പരത്തി കണ്ടിട്ട് എനിക്കാണ് തലയിൽ അരച്ച് തേക്കാനൊക്കെ തോന്നി. അവർ കേൾക്കണ്ട, എന്നെ ഓടിച്ചിട്ട് തല്ലും. അവിടെ ഓരോ ഇടത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ചെടി തൊടാൻ പാടില്ല, ഇല പറിക്കാൻ പാടില്ല, മീനുകളെ തീറ്റാൻ പാടില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ എഴുതി വെച്ചിട്ടുള്ളതുകൊണ്ട് മാത്രം ഞാനൊന്നും മിണ്ടില്ല. പക്ഷേ ചെമ്പരത്തിയുടെ ഫ്രഷ്നെസ് നിങ്ങൾ കാണണം,
അതൊരു ഒന്നൊന്നര ഫ്രഷ്നെസ് തന്നെയായിരുന്നു കേട്ടോ. ഇതൊക്കെ ഇവർ ആർട്ടിഫിഷ്യലായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന സംഭവങ്ങളാണ് കേട്ടോ. പക്ഷേ കണ്ടോ ഫുഡ് വെച്ചിരിക്കും, ഞാൻ പറഞ്ഞില്ലേ ഫുഡ് വെച്ചിരിക്കുന്നതാണ്. ഓരോരുത്തരിങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഭംഗിയുണ്ട് കാണാനായിട്ട്. നമുക്ക് ഓർത്താണ്, നമുക്കൊരു നഷ്ടബോധം തോന്നില്ല ഒരിക്കലും ഇവിടെ പോയാൽ. പിന്നെ അവിടെ അങ്ങനെ അടുത്തടുത്ത് കഫറ്റീരിയകൾ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ഒരു കഫറ്റീരിയ കാണാം. വെള്ളം ഈ പറഞ്ഞ പോലെ പ്ലാസ്റ്റിക് കുപ്പിയിൽ വെള്ളം കൊണ്ടുപോകാൻ പറ്റില്ല. ഒന്നെങ്കിൽ കുപ്പിയുടെ ഇത്, അല്ലെങ്കിൽ ഫ്ലാസ്ക്, സ്റ്റീൽ ബോട്ടിൽ, അങ്ങനെയൊക്കെ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അബദ്ധം പറ്റാണ്ടിരിക്കുക, നമുക്ക് ഗേറ്റ് അവിടെ എൻട്രൻസിൻ്റെ അവിടെ തന്നെ ബാഗ് ചെക്ക് ചെയ്യും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് പുറത്ത് വിടാൻ പറയും, അല്ലെങ്കിൽ ക്ലോക്ക് റൂമിൽ കൊണ്ട് വെക്കാൻ പറയും. അതൊക്കെ ആലോചിച്ചിട്ടാണ്. നമ്മുടെ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും ഒരാൾ പോകാണ്ടിരിക്കില്ല, അതെനിക്ക് നമുക്കൊരു വിശ്വാസമാണ് കേട്ടോ. നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ അത് ഇഷ്ടപ്പെട്ടിട്ട് പോകുന്നവരാണ് കൂടുതലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കേട്ടോ. അത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് കേട്ടോ. ഇതിപ്പോൾ പോകാൻ പറ്റാത്തവർക്കും കാണാനൊരു സന്ദർഭം ഉണ്ടാക്കി കൊടുക്കുക. എല്ലാവർക്കും എല്ലാ സ്ഥലത്തും ഒരിക്കലും പോകാൻ പറ്റില്ല. നമുക്ക് എന്തൊക്കെ നേടിയെടുത്ത ചില സ്ഥലങ്ങളിൽ നമുക്ക് നമ്മൾ പറയത്തില്ലേ വിധിച്ചിട്ടുണ്ടെങ്കിലേ പോകാൻ പറ്റുള്ളൂ. അങ്ങനെ എനിക്ക് പോകാൻ പറ്റിയത് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയൊരു ട്രിപ്പാണല്ലോ. നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. ഡോൺ ചേട്ടൻ ബാംഗ്ലൂർക്ക് പോകുന്നു, വണ്ടി എടുത്തുകൊണ്ട് വരുന്നു, ഇത് മാത്രമേ ഉള്ളൂ നമ്മുടെ മനസ്സിൽ. പക്ഷേ പെട്ടെന്നാണ് വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ അന്ന് തന്നെ പോകാൻ പറ്റി. ഞങ്ങളങ്ങനെ ട്രിപ്പൊന്നും പോയിട്ടില്ല ഇതുവരെ. ഞാനും ഡോൺ ചേട്ടനുമായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ തന്നെ എവിടെയും പോയിട്ടില്ല. നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ മമ്മിയും പിള്ളേരുമായിട്ടുള്ള യുദ്ധമായിരിക്കും കേട്ടോ കേൾക്കുക. ചിലപ്പോൾ കേൾക്കുമായിരിക്കും, ചിലപ്പോൾ ഞാൻ ഡിനോയ്സോ വോയിസിൻ്റെ എന്തെങ്കിലും ചെയ്യും കേട്ടോ. കാരണം നല്ല ഡിസ്റ്റർബൻസ് ഉണ്ട് സൗണ്ട്. ഇത് കണ്ടോ അട്ട, നമ്മുടെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അട്ട. അവർ വേറെ എന്തൊക്കെയാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. പിന്നെ എട്ടുകാലി, ഡേഞ്ചറസ് ആയിട്ടുള്ള എട്ടുകാലിയാന്ന് തോന്നുന്നത്, അങ്ങനെ എന്തോ ആണ് എഴുതി വെച്ചിരുന്നത്, മറന്നുപോയി. പിന്നെ പച്ചവെട്ടിലില്ലേ, പച്ചവെട്ടിൽ, അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. ഉണക്കവെട്ടിൽ വരെ ഉണ്ടായിരുന്നു, പച്ചയുണ്ട് ഉണക്കലും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഓരോന്നും കണ്ടിട്ടുണ്ട് അവരുടെ ഇലയെന്നും ഒക്കെ ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അത് ഇപ്പം എൻ്റെ മനസ്സിലെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ വോയിസ് ഓവർ വേഗം കൊടുക്കുക, എങ്ങനെയെങ്കിലും താഴെ എത്തുക എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ. കാരണം പ്രശ്നം വളരെ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. സൗണ്ടുകളൊക്കെ മാറി തുടങ്ങി, പ്രശ്നം വളരെ വളരെ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറ്റുമെങ്കിൽ കുറേയധികം ഞാൻ റിമോട്ട് ചെയ്ത് കളയുകയൊക്കെ ചെയ്യും. കാരണം എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പിള്ളേരുടെ സൗണ്ട് കേട്ട് അവരെന്തെങ്കിലും ഇവിടെ പ്രശ്നം ഉണ്ടാക്കാമെന്ന് കേട്ടാൽ പിന്നെ എനിക്ക് ഇരിക്കുന്നിടത്തൊരു സമാധാനം ഉണ്ടാവില്ല. നമ്മളെ അമ്മമാരൊക്കെ അങ്ങനെയാണല്ലോ. അങ്ങനെ നമ്മൾ അവിടുന്ന് ഒക്കെ കണ്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം അടുത്ത സൂവിലേക്ക് പോവാണ്. വേറെ സൂ ഉണ്ട് കേട്ടോ, സൂവിലേക്ക് പോവാണ്. അപ്പം നടക്കാൻ കുറേ ഉണ്ട് എന്ന് ഞങ്ങൾ അറിഞ്ഞു. അപ്പോൾ അത് കേട്ട വഴിക്ക് തോമു പറഞ്ഞു, അമ്മ എനിക്ക് നടക്കാൻ പറ്റണില്ല, അമ്മ എനിക്ക് കാലൊക്കെ വേദന എടുക്കണ്ടമ്മ എന്ന് പറഞ്ഞു. അപ്പോൾ അവരൊന്ന് റിലാക്സ്ഡ് ആക്കാൻ പാർക്കിൽ കയറിയിരുന്നു കേട്ടോ. അതെനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞില്ലേ ഈ നടന്ന് വന്ന് കഴിയുമ്പോൾ ക്ഷീണിച്ച് ഇരിക്കുമ്പോൾ പിള്ളേർക്കൊരു എൻ്റർടൈൻമെൻറ്റ്, നമുക്കൊന്ന് റിലാക്സ് ചെയ്യാൻ. അതിൻ്റെ അടുത്ത് തന്നെ ബാത്റൂമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വാഷ്റൂം ഒരു രക്ഷയില്ല. ഇത്രയും ആൾക്കാർ വന്ന് പോണ ഒരു സ്ഥലത്തെ വാഷ്റൂം കണ്ടാൽ നിങ്ങൾ ഞെട്ടും, അത്രയും ഭംഗിയിലാണ് കേട്ടോ അവർ സെറ്റ് ചെയ്യുക. അപ്പോൾ അവരെ തലയും കുത്തി കിടക്കുന്നുണ്ട് ഒരു സാധനം. അങ്ങനെ അവരൊന്ന് കൂളായതിന് ശേഷം നമുക്ക് ആ സൂവിലേക്ക് പോവാം. കാരണം സൂവിലാണ് ഇനി ജിറാഫും സീബ്രയൊക്കെ ഉണ്ടാവുക. അപ്പോൾ ആദ്യം തൊട്ട് തോമു പറഞ്ഞിട്ട് തോമുന് സീബ്രേനെ കാണണം എന്ന് പറയുന്നുണ്ടായിരുന്നു. നമ്മളങ്ങനെ സീബ്രേനെ കണ്ടിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഇതിലാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള പാർക്കാണ്, വളരെ നീറ്റാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നടന്ന് സൂവിലേക്ക്. അപ്പോൾ തോമു പറയുന്നത് എന്താ നടന്നിട്ട് എത്താത്ത കുറേയായി നടക്കണു. അങ്ങനെ നമ്മൾ സീബ്രേനെ കണ്ടു കേട്ടോ ആദ്യം. ഇത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ എൻട്രൻസിൻ്റെ അവിടെ നിന്ന് തന്നെയാണ് പിന്നെ നമ്മൾ ബഗ്ഗി ബുക്ക് ചെയ്തിട്ട് പോവാം എന്നുള്ളൊരു ഡെസിഷൻ എടുത്തത്. അതുവരെ നടന്ന് കാണാം. കാരണം അപ്പുറത്ത് ആ ഗിർലിൻ്റെ അപ്പുറത്താണ് ജിറാഫ് ഉള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ആദ്യം വിചാരിച്ച് നടക്കാവുന്നതാണ്. അപ്പോഴാണ് അവിടെ ഉള്ള ഒരാൾ പറഞ്ഞത് നടക്കാൻ ഇഷ്ടപ്പെടുക. പിന്നെയാണ് നമ്മുടെ കണ്ണിൽ ബഗ്ഗി ശ്രദ്ധയിൽ പെട്ടത് കേട്ടോ. പിള്ളേർക്കൊരു റേറ്റ്, വലിയവർക്കൊരു റേറ്റ്, അങ്ങനെയാണ് കേട്ടോ. അത് ടിക്കറ്റിലും അങ്ങനെയാണ് കേട്ടോ. പിള്ളേർക്കൊരു റേറ്റ്, നമുക്കൊരു റേറ്റാണ്. പിന്നെ സീനിയർ സിറ്റിസന് വേറെ റേറ്റ്, അല്ലെങ്കിൽ ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേറെ. അങ്ങനെ നിങ്ങൾ പോയാൽ പേടില്ല, നിങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും അവർ ചെയ്തു തരും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ബഗ്ഗി ബുക്ക് ചെയ്തത് വന്നു. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒരു സീലടിച്ച് തന്നു. എന്തിനാണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. ചാക്കോന് സത്യം പറഞ്ഞാൽ ടിക്കറ്റ് ഇല്ല, പക്ഷെ ഞങ്ങൾക്ക് എല്ലാവർക്കും സീൽ ചെയ്തുകൊണ്ട് അവൻ്റെ കൈ ഒന്ന് സീൽ ചെയ്യാൻ പറഞ്ഞപ്പോൾ ആ ചേച്ചി ചെയ്ത് കൊടുത്താണ് കേട്ടോ. പിന്നെ എനിക്കിവിടെ തോന്നിയത് പെണ്ണുങ്ങൾക്ക് കുറേ അധികം ജോലി സാധ്യതകൾ, ആണുങ്ങളും ഉണ്ട് പെണ്ണുങ്ങളും ഉണ്ട്, പക്ഷേ ഈ ബഗ്ഗിയൊക്കെ ഓടിക്കുന്നത് പെണ്ണുങ്ങൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ അവർക്കൊരു ജോലി സാധ്യത പോലെ അവർ റെഡിയാക്കി കൊടുത്തിരിക്കുകയാണ്. തോമു ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. നമ്മൾ കൂടുതലും ബഗ്ഗിയിൽ കയറിയിട്ടുണ്ടോ ആസ്റ്ററിൽ പോയപ്പോഴായിരിക്കും കേട്ടോ. പാച്ചു ഒരു സമയത്ത് കിടക്കുന്ന സമയത്ത് ഞങ്ങൾ പോകുമ്പോൾ അങ്ങനെ അവൻ കയറിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ജിറാഫിനെ കാണാൻ പോയി. ഇത് കണ്ടോ, ജിറാഫ് അവിടെ നിൽക്കുന്നത് കണ്ടോ.
അത് നല്ല സുന്ദരക്കുട്ടൻ ജിറാഫായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുള്ള ഉരുണ്ട് കൊഴുത്ത ജിറാഫായിരുന്നു, ക്ഷീണിച്ച ജിറാഫായിരുന്നില്ല. പിന്നെ അവിടുന്ന് മറ്റേ നോർമൽ മാനില്ല, മ്ലാവാണ്, മാനല്ല മ്ലാവാണത്, എൻ്റെ അറിവില്ല അത് മ്ലാവാണ്, മാനല്ല. പിന്നെ കുറേ സംഭവങ്ങൾ എന്തോരം ഇപ്പോഴും അവരതിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത്രയും ചെയ്തോടുകൂടി കഴിഞ്ഞെന്നല്ല, ഇഷ്ടം പോലെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് അവിടെ കണ്ടോ ഒരുത്തിന് ഇരിക്കുന്നത് കണ്ടോ, ഏതാണ്ട് നമ്മുടെ വീട്ടിൽ പട്ടിക്കുഞ്ഞിരിക്കുന്ന പോലെ ഇരിക്കണത്. ഇതല്ലാണ്ട് വേറെ അപ്പുറത്ത് 3 ഉണ്ടായിരുന്നു, ഡോൺ ചേട്ടൻ അത് കണ്ടില്ല, മലന്നിങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇത് കരടിയാണ് കേട്ടോ, അവിടെ ഒരു കരടിയാണ്. അതിന് ബെഡൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്ത് ഭയങ്കര ഭംഗിയിൽ കഴിക്കുന്ന തിരക്കിലായിരുന്നു, കൊണ്ട് ആരെയും തന്നെ അത് മൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ എന്താ പറയുക, ഇവിടേക്ക് എത്തിയപ്പോഴത്തേനും നമ്മൾ എന്താ പറയുക സെറ്റായി, മതി വീട്ടിൽ പോവാം. കാരണം പിള്ളേർ ടയർഡായി, നമ്മളുണ്ടായി, നമ്മൾ വെള്ളം കുടിച്ചിട്ടില്ല, ഭക്ഷണം കഴിച്ച് നമ്മൾ രാവിലെ ഒരു വടയിൽ നിൽക്കുകയാണ് ജീവിതം. പിന്നെ വെള്ളം കുടിച്ചു കേട്ടോ. ഇത് നമ്മുടെ ഹിപ്പോ കിടക്കുന്നുണ്ട്, വെള്ളത്തിൽ കിടക്കുന്നുണ്ട്. പിള്ളേർക്കൊക്കെ അത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അവിടെ എത്തി, ഞാൻ പറഞ്ഞു ഞാൻ ഇറങ്ങണില്ല, നിങ്ങൾ കണ്ടോ, ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ടെന്ന് പറഞ്ഞു. കാരണം വണ്ടിയിലിരിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം. പിന്നെ അവർ നമ്മൾ ഇറങ്ങി കാണാനുള്ളൊരു സ്പേസ് ഉണ്ടാക്കി തരും കേട്ടോ. അത് നമ്മൾ കണ്ട് ആസ്വദിച്ചിട്ട് വരാം എന്നുള്ളത്. ഇതാണ് ആനക്കുട്ടന്മാർ. എനിക്ക് തോന്നുന്നു നമ്മൾ ആദ്യം കണ്ട ആനക്കുട്ടന്മാരുടെ ഫാമിലിയിൽ മക്കളാണെന്ന് തോന്നുന്നു, അവരെ വേറെ മാറ്റി പാർപ്പിച്ചിരിക്കുന്നതാണെന്ന് തോന്നുന്നു. അവരും ഭയങ്കര ഓപ്പൺ ആയിട്ടുണ്ട്, കെട്ടിയൊന്നും ഇട്ടിട്ടില്ല. കണ്ടോ, ഈ ഗ്രില്ലിൻ്റെ ഉള്ളിലാണ് അവരുടെ ജീവിതം. പക്ഷെ ഭയങ്കര ഫ്രീ ആയിട്ടുള്ള ജീവിതമാണ്, അവരെ കെട്ടിയിട്ട് അങ്ങനെയൊന്നും കെട്ടിപ്പൂട്ടിയിട്ടുള്ള ഒരു ജീവിതമല്ല കേട്ടോ. ഇത് ഞാൻ മറ്റേ പ്രോ വീഡിയോയിൽ എടുത്തുകൊണ്ടാണ് എൻ്റെ ഈ മരമോന്ത നിങ്ങൾ കാണുന്നത്. പിന്നെ നമ്മൾ കുറേ ബേർഡ്സിനെ കണ്ടു. പിന്നെന്താണ് കണ്ടത്, ബേർഡ്സിനെ കുറേ കണ്ടു കേട്ടോ. അവർ ഫീഡ് ചെയ്യുന്ന ടൈമിലായിരുന്നു നമ്മൾ ചെന്നിട്ടുണ്ടായത്, ഉച്ച സമയമായല്ലോ. അപ്പോൾ അവർക്ക് ഭക്ഷണം കൊടുത്ത് അവർ വർത്താനമൊക്കെ പറഞ്ഞ്, അവർക്ക് പരിചയമാണല്ലോ, അവർക്കും അതിനെ ആദ്യം തൊട്ടേ കണ്ട് പരിചയമാണ്, മൃഗത്തിനും പരിചയമാണ്, അവർക്കും പരിചയമാണ്. അപ്പോൾ അവർ നൈസായിട്ട് കയറി പോവുക, ഭക്ഷണം കൊടുക്കുക, വരിക. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ കറക്റ്റ് നിൽക്കുന്നത്, അതും ഭയങ്കര ഭംഗിയായിട്ട് വൃത്തിയിലാണ് കേട്ടോ. ആർക്കാണ്ടും വേണ്ടി ഓക്കാനിച്ചിട്ടുള്ള എല്ലാ ഫുഡ് കൊടുപ്പൊന്നും. അതൊക്കെ എനിക്ക് ഭയങ്കര പോസിറ്റീവായിട്ട് തോന്നി കേട്ടോ. അങ്ങനെയൊക്കെ അവിടുത്തെ കാര്യങ്ങൾ നമ്മൾ കണ്ടു കേട്ടോ. അങ്ങനെ നമ്മൾ തുടങ്ങിയിടത്ത് തന്നെ അത് അവസാനിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഇറങ്ങിയ സമയത്തെ തിരക്കാണ് നിങ്ങൾ കാണുന്നത്. നമ്മൾ കയറി 10 മണിയായിട്ട് ഇപ്പോൾ ഇറങ്ങിയത് 1 മണിക്കാണ്. അത് നമ്മൾ ഇടയ്ക്ക് കുറേ സംഭവം മിസ്സായെങ്കിലും നമ്മൾ ഇറങ്ങിയപ്പോൾ 1 മണിയായി. ഇനി ഇവരെപ്പോൾ ഇറങ്ങുമെന്ന് ഞാൻ കുറേ ആലോചിച്ചു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ജസ്റ്റ് ഒന്ന് വെള്ളമൊക്കെ കുടിച്ചാൽ മതി, വെള്ളം പോലും നമ്മൾ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതാണ് അവിടുത്തെ വിവര പട്ടിക. സ്കൂൾ ഗ്രൂപ്പായിട്ട് ട്രിപ്പ് വരുന്നവർക്ക് വരാം. പിന്നെ അവിടെ നിന്ന് ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു ഫ്രിഡ്ജ് മാഗ്നറ്റ് വാങ്ങിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി അത്, എന്തോ ഒരു ഭംഗി ഉണ്ടായിരുന്നു അതിന്. ഇനി നമ്മൾ നേരെ തൃശ്ശൂർക്ക് പോവുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ നേരെ വേറെ എവിടെയും ഒന്നും നമുക്ക് കയറാനില്ല, നേരെ വീട്ടിൽ പോവുക, സ്വസ്ഥമായി കിടന്നുറങ്ങുക. അതുമാത്രമാണ് നമ്മുടെ ഉന്നം. ഇത് അവർ രണ്ടുപേരും ഫ്രണ്ടിലാണ് കേട്ടോ ഇരിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നത് ഒരു വലിയ വണ്ടിയിൽ ഫ്രണ്ടിൽ മാത്രം ഇരിക്കുന്നതെന്ന്. അങ്ങനെയല്ല, നമുക്ക് വണ്ടിയുടെ സാധനങ്ങൾ കുറേ വണ്ടിയിലുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഡിമാർട്ടിൽ കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ അങ്ങനെ കാര്യമായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം ഞാൻ വീട്ടിലേക്ക് ഓരോ സാധനങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടുന്ന് വളരെ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് നമ്മൾ അവിടുന്ന് ഇറങ്ങി. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, കയറാനുള്ള പൂതിക്ക് കയറി. എനിക്കൊന്ന് ആകെ നമ്മളൊരു 600-700 രൂപയ്ക്ക് സാധനം ഡിമാർട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ. ശരിക്കും വീട് മാറി പോകുന്നവർക്കൊക്കെ അത് ശരിയാവുള്ളൂ അവിടെ പോയി. എൻ്റെ കൈയൊക്കെ തരിക്കുകയായിരുന്നു. പുതിയ വീടൊക്കെ വെക്കുന്നവർക്ക് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഗ്ലാസ് ജാറുകളൊക്കെ കിട്ടാൻ പറ്റിയ ഒരു സ്പോട്ടാണ് കേട്ടോ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ കണ്ടെയ്നേഴ്സ്, സ്കൂളിൻ്റെ ഐറ്റംസ് കുറേ ഉണ്ടായിരുന്നു. പിന്നെ വീട്ടിലാവശ്യം താഴെ സൂപ്പർ മാർക്കറ്റാണ് കേട്ടോ. ഇതാണ് ഞാൻ ഡാഡിക്ക് വേണ്ടി വാങ്ങിച്ചത്. മാങ്ങ ഡാഡിക്ക് ഭയങ്കര ഒരു വീക്ക്നെസ്സാണ് കേട്ടോ. ഭയങ്കര അഫോർഡബിളായിട്ട് എനിക്ക് തോന്നി മാങ്ങ. ഇത് കണ്ടോ, ഇവർ കിടന്നുറങ്ങണ രീതി കണ്ടോ നിങ്ങൾ. തൂമ് സീറ്റിൽ, ചാക്കോ താഴെ. ചാക്കോ ജന്മമുണ്ടെങ്കിൽ സീറ്റിലിരിക്കില്ല, അപ്പോൾ താഴെ കിടന്നോളാന്ന് പറഞ്ഞിട്ട് താഴെ കിടക്കുകയാണ് കേട്ടോ. കാരണം ഞാൻ വിളിച്ചു മടിയിലിരിക്കാന്നൊക്കെ പറഞ്ഞിട്ടോ, വിളിച്ച് വന്നില്ല, ഞാനിവിടെ ഇരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും മാത്രമായി. പിന്നെ അങ്ങനെ ഡോൺ ചേട്ടൻ വണ്ടി ഓടിക്കുമ്പോൾ സംസാരിക്കാറില്ല കേട്ടോ. എനിക്കത് ഭയങ്കര ബോറിങ്ങാണ്. നമ്മളെന്തെങ്കിലും ചോദിക്കുമ്പോഴേ ഡോൺ ചേട്ടൻ വർത്താനം പറയാറുള്ളൂ. അങ്ങനെ അവർ രണ്ടുപേരെ സീറ്റിൽ കയറ്റിയിരുത്തി, കാരണം നമുക്കത് ബുദ്ധിമുട്ടായി തുടങ്ങി. അങ്ങനെ നമ്മൾ കുമാരപാളയം എന്നൊരു സ്ഥലത്തെത്തി. നമ്മുടെ ഒരു ടോളിൻ്റെ ഇവിടുന്ന് നമ്മൾ പോകുമ്പം ടോൾ കഴിഞ്ഞിട്ടും അവിടെ നിന്ന് വരുമ്പോൾ ടോളിന് മുമ്പുമാണ് കേട്ടോ. ഇവിടെ കയറാൻ കാരണം ഡോൺ ചേട്ടൻ റിജു ചേട്ടനൊക്കെ വരുമ്പോൾ സ്ഥിരം കയറുന്ന സ്ഥലമാണെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പാനിപ്പൂരി വലിയ ഇതില്ലായിരുന്നു, കാരണം അവരുടെ വേറൊരു തരം ടേസ്റ്റ് ആയിരുന്നു.
കോളിഫ്ലവർ ഫ്രൈ കഴിച്ചു. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഞങ്ങൾ ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചിട്ടില്ല, അത് നിങ്ങൾ ഓർക്കണം, ഞങ്ങൾ ലഞ്ച് കഴിച്ചിട്ടില്ല. നമ്മൾ വെള്ളം കുടിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയ സമയത്ത് ഒരു ഗ്ലാസ് കരിമ്പിൻ ജ്യൂസ് കുടിച്ചിട്ടുണ്ടായിരുന്നു, അതിൽ നമ്മൾ അവസാനിപ്പിച്ചു കേട്ടോ. പിന്നെ ഇവിടെ വന്നിട്ടാണ് നമ്മൾ എന്തെങ്കിലും കഴിക്കാം എന്നുള്ള ഒരു ഇതിലെത്തിയത്. അപ്പോൾ അതേ പിള്ളേർക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞപ്പോൾ അത് വാങ്ങിച്ചു കൊടുത്തു. ഇതാണ് കേട്ടോ നമ്മുടെ വണ്ടി. അപ്പോൾ ഇവിടെ വരുന്നാൽ നിങ്ങൾക്ക് വലിയ വണ്ടികൾ പാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാർജിങ് പോയിൻ്റ് ഉണ്ട്. അപ്പോൾ വണ്ടിയുള്ളവർക്ക് ചാർജ് ചെയ്യാനും എളുപ്പമാണ് കേട്ടോ. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലമാണ് കുമാരപാളയം. ടോളിന് ഇവിടുന്ന് പോകുമ്പോൾ ടോളിന് ശേഷം അവിടെ നിന്ന് വരുമ്പോൾ ടോളിന് മുന്നേ ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ പിള്ളേരെ ഉറക്കമാണ് കേട്ടോ. പിന്നെ എനിക്ക് തോന്നുന്നു ഡോൺ ചേട്ടൻ വീണ്ടും ഒരു സ്ഥലത്ത് വന്നപ്പോൾ നിർത്തി. ഞങ്ങൾ കാപ്പ് കുടിച്ചു. ഞങ്ങൾ എത്താറാകുന്നതിന് തൊട്ട് മുമ്പാണ് കേട്ടോ. കോയമ്പത്തൂരൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ്. ഇതൊക്കെ ഡോൺ ചേട്ടൻ്റെ അടുത്താണ്. കാരണം ഇവിടെ വന്നപ്പോൾ എൻ്റെ ബോധം പോയി, ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഞാൻ അത്രയും ടയേർഡായി. കാരണം അപ്പോഴത്തേനും ചാക്കോയ്ക്ക് ചെറിയ പനി കൂടി. പിന്നെ മരുന്ന് കൊടുത്തപ്പോൾ അവൻ എൻ്റെ മടിയിൽ കിടക്കുമായിരുന്നു. പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഫോൺ പോലും നോക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ മിണ്ടാണ്ട് കിടന്ന് ഉറങ്ങി, അന്തസ്സായിട്ട് കിടന്ന് ഉറങ്ങി. അങ്ങനെ നമ്മുടെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് നമ്മുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും വണ്ടിയുടെ ആവശ്യങ്ങളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഡോൺ ചാട്ടിനെ കോൺടാക്റ്റ് ചെയ്യുക. വളരെ സൂപ്പർ വണ്ടികൾ തരും. അതിലൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കണം, നല്ല ക്വാളിറ്റിയുള്ള വണ്ടികൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ബാംഗ്ലൂർ വ്ളോഗ് ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. ഇതുപോലെ തന്നെ മുന്നോട്ടും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി കേട്ടോ.